നമ്മളെ ക്ലാസ് മൂന്നാമത്തെ ക്ലാസ് ആയിരുന്നു ലാസ്റ്റ് സൺഡേ കഴിഞ്ഞത്. അപ്പൊ ഞാൻ അതിനകത്ത് സെക്സ് ആൻഡ് സ്പിരിച്വാലിറ്റിയെ കുറിച്ച് പറഞ്ഞപ്പം ഞാനൊരു പഠന റിപ്പോർട്ട് പറഞ്ഞിരുന്നു. അപ്പൊ അതിനകത്ത് ഡയാന റിച്ചാർഡ്സന്റെ ഒരു തിയറി പറഞ്ഞു. മാസത്തിൽ ഒരു ദിവസമെങ്കിലും ഒരു 4 hours നീണ്ടു നിൽക്കുന്ന വളരെ സ്ലോ സംസാരിച്ച് വളരെ സ്ലോ ആയിട്ടുള്ള ഒരു സെക്സിലേക്ക് പോകുന്നത് വളരെ ഹെൽത്തിയാണ് എന്നവർ റെക്കമെൻഡ് ചെയ്തിരിക്കുന്ന കാര്യം ഞാൻ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു. ക്ലാസ്സിൽ പറഞ്ഞിട്ട് ഇതിനകത്ത് പല ആൾക്കാരും അതിൽ വലിയ സന്തോഷിച്ച് അവരുടെ പാർട്ട്ണറുടെ അടുത്ത് 4 hours വേണ്ടി ചെന്ന് കാണും. അത് പ്രശ്നം ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ടാവും. അപ്പം നിങ്ങൾ എന്നോട് പറയാൻ മടിച്ചിട്ടിരിക്കുന്നത് ഞാൻ അറിയുന്നുണ്ട്. കാരണം ഞാനിവിടെ ക്ലാസ്സിൽ പറഞ്ഞ് 4 hours വേണമെന്ന് പറഞ്ഞു. അപ്പം ഈ 4 hours പരിശോധിക്കാനായിട്ട് ചെന്ന് അവിടുന്ന് റിജക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതിനെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതുമായിട്ടുള്ളൊരു പ്രതിവിധി പറയാം. അത് പറഞ്ഞിട്ട് പിന്നീട് മുന്നോട്ട് പോയാലേ നിങ്ങൾക്ക് അതുകൊണ്ട് പ്രയോജനം കിട്ടുള്ളൂ. ഓക്കെ, നിങ്ങൾ ഈ പാർട്ട്ണറുമായിട്ടുള്ള സെക്സിൽ നിങ്ങൾ വളരെ പ്ലാൻ ഇട്ടൊക്കെ ചെയ്യുമ്പോൾ ഈ ആക്ച്വലി നമ്മൾ ഈ സെക്സ് എന്ന് പറഞ്ഞാൽ അതൊരു ഇൻഡിപെൻഡന്റ് ആക്ട് അല്ല. സെക്സ് മാത്രമല്ല, സെക്സിനകത്ത് കലർന്നിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതെല്ലാം അതുമായിട്ട് വളരെ ബന്ധപ്പെട്ടതാണ്. അപ്പൊ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സെക്സിന്റെ കളറ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുന്നൊരു കാര്യമാണ് സാമ്പത്തികം. കടബാധ്യതയിൽ നിൽക്കുന്ന ഒരാള് സാമ്പത്തികമായിട്ട് നല്ല കടത്തിൽ നിൽക്കുകയാണ്, പലതിനും പൈസയില്ല. ആ സമയത്ത് നമ്മൾ 4 മണിക്കൂറിന്റെ കാര്യം പറഞ്ഞുകൊണ്ടങ്ങ് ചെന്ന് കഴിഞ്ഞാൽ നടക്കില്ല. പിന്നെ നിങ്ങൾ തമ്മിൽ ഈ സ്പൗസുമായിട്ട് ഇല്ല പാർട്ട്ണറുമായിട്ട് ഈർഷ്യം ഉണ്ടാകുക, ഇല്ല പരസ്പരം ട്രസ്റ്റ് ഇല്ലാതെ വരിക. അപ്പൊ നമുക്കിന്ന് ഏതായാലും സബ്ജക്റ്റ് ഒന്ന് ചെറുതായിട്ട് ഡീവിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. കാരണം ഇതുകൂടെ പറഞ്ഞാലേ അത് പൂർണ്ണമാവുള്ളൂ. എന്താണ് എങ്ങനെയാണ് നമുക്കൊരു സെക്ഷുവാലിറ്റിയിലേക്ക് നമ്മൾ പറഞ്ഞു, ഈ പറഞ്ഞ ഭാരതീയ ദർശനം വെച്ചിട്ട് ഏറ്റവും വളരെ വിലപ്പെട്ട ഒരു ഗിഫ്റ്റാണ്, ഏറ്റവും വലിയ ഗ്രാറ്റിറ്റ്യൂഡോടുകൂടി നമ്മൾ സ്വീകരിക്കേണ്ടതാണ്, അല്ലാതെ കളിയാക്കേണ്ടതോ അതിനെ മോശം കാണുകയൊന്നും അല്ല. സെക്സ് എന്ന് പറഞ്ഞാൽ ഒരു റിയൽ ബ്ലെസ്സിങ് ആണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. ഓക്കെ, അങ്ങനെയാണ് കാണുന്നത്. ഇപ്പോഴുള്ള നമ്മുടെ ഇവിടെ വന്നിരിക്കുന്ന ഒരു ഡിസ്റ്റോർട്ടഡ് സംസ്കാരം നമ്മുടെ ഇതിനകത്തോട്ട് വന്നതിൽ നിന്നും ഉണ്ടായ അത് രണ്ടും കൂടെ ചേർന്നിട്ടുണ്ടായ ഒരു മിക്സ് ആണെന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. ഇന്ന് ലോകം മുഴുവനും അങ്ങനെ കാണുന്നതും ആ ആരാധനയോട് കൂടി തന്നെയാണ്. സെക്സിന് അതിൻ്റെതായ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് തന്നെയാണ് കാണുന്നത്. തന്നെയല്ല ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അടുത്ത ജനറേഷനെ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത്. അപ്പൊ അതിന് അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ അതിനകത്ത് നമുക്ക് പിന്നെ അതിനകത്ത് ഞാൻ വേരിയേഷൻസ് പറഞ്ഞു, LGBT കമ്മ്യൂണിറ്റിയെ കുറിച്ച് പറഞ്ഞു, പിന്നെ പവർ ഓഫ് മൈൻഡ്ഫുൾ സെക്സിനെ കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു. എന്താണ് മൈൻഡ്ഫുൾ സെക്സ് എന്നുള്ളത് പറഞ്ഞിരുന്നു. അപ്പൊ അവിടെ മൈൻഡ്ഫുൾ സെക്സിലേക്ക് വരുമ്പോൾ എന്താണ്, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം കൃത്യമായി അറിഞ്ഞുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ പറയുകയും ഓരോ നിമിഷങ്ങളും, അപ്പൊ അവരെ ഉപയോഗിച്ചേക്കുന്ന വാക്ക് എൻ്റർ മില്ലിമീറ്റർ ബൈ മില്ലിമീറ്റർ എന്നൊക്കെ പറയുന്ന ഒരു ഭാഗമൊക്കെ ഞാൻ നിങ്ങളുടെ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിരുന്നു. ഇനി എനിക്ക് പറയാനുള്ളത്, ഈ 3 കളറിൽ നിന്നും ഈ പ്രപഞ്ചത്തിലുള്ള മുഴുവൻ കളറും വരുന്നു എന്ന് പറഞ്ഞതുപോലെ സെക്സിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇൻറ്റിമസി. അപ്പൊ നമുക്ക് ഇൻറ്റിമസി കറക്റ്റായിട്ട് കിട്ടുന്നില്ലെങ്കിൽ നമുക്ക് സെക്സ് ഉണ്ടാകണമെന്നില്ല, നമ്മുടെ പാർട്ട്ണർക്ക് അതിനോട് താല്പര്യം വരണമെന്നില്ല. അപ്പൊ നമുക്ക് അങ്ങനെ ഇൻറ്റിമസി ഉണ്ടാക്കാം. അപ്പൊ അതാണ് നമ്മളുടെ ഈ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ. ഏത് വിധത്തിൽ നമുക്ക് ഈ പറഞ്ഞ ഇൻറ്റിമസി നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും? അപ്പൊ ഇൻറ്റിമസിക്ക് തന്നെ പല ഭാഗങ്ങളുണ്ട്. അപ്പൊ ഏതൊക്കെ ആയിരിക്കും നമ്മളെ ഇൻറ്റിമസിയുടെ ഭാഗങ്ങൾ? ഇതെല്ലാം നമ്മൾ എന്താണ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ട കാര്യങ്ങളാണ്.
എന്തൊക്കെയാണ് നമുക്ക് ഇന്റിമസിക്കകത്ത് വരുന്ന ഭാഗങ്ങൾ? നമുക്ക് ഈ മാനസിക പൊരുത്തം, മൈൻഡ്, അതായത് പിന്നെ ഞാൻ പുസ്തകത്തിനകത്ത് ഇതിനകത്ത് വിശദമായിട്ട് എഴുതിയിട്ടുണ്ട് ഇതിനെക്കുറിച്ച്. ഒരു മാനസിക പൊരുത്തം, അതായത് എല്ലാ വിധത്തിലും നമ്മളുമായിട്ട് ചേർന്ന് പോകുന്ന ഒരു ഭർത്താവ്. ഈ ഭർത്താവ് നമ്മളുമായിട്ട് ചേരാത്തൊരു ഭർത്താവിന് വേണ്ടിയിട്ടേ ഈ ഭാര്യയ്ക്ക് വലിയ ഉത്സാഹമൊന്നും വരത്തില്ല. അപ്പം ചേരാത്ത ഭർത്താവാണെങ്കിൽ വഴങ്ങിക്കൊടുക്കുക എന്നത് മാത്രമാണ്. വഴങ്ങിക്കൊടുക്കുക എന്ന് വളരെ ആക്റ്റീവായിട്ടുള്ള ഒരു പാർട്ണർഷിപ്പ് വൈഫിന്റെ കയ്യിൽ നിന്ന് കിട്ടത്തില്ല. അപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇതിനകത്ത് പുരുഷന്മാർ ചെയ്യേണ്ടത്, നിങ്ങളുടെ ഭാര്യയായിട്ട് മാനസികമായി ഒരുപാട് ഇൻറ്റിമേറ്റ് ആകണം. വളരെ വളരെ ഇൻറ്റിമേറ്റ് ആകണം. അപ്പോൾ അത് ഇൻറ്റിമേറ്റ് ആകണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മാനസികമായിട്ട് ഇൻറ്റിമേറ്റ് ആകാനായിട്ട് അല്ലെങ്കിൽ ഇമോഷണലായിട്ട് ഇൻറ്റിമേറ്റ് ആകാനായിട്ട് നമുക്ക് ചെയ്യാവുന്ന, മാനസികവും വൈകാരികവുമായി നമ്മൾ ഇൻറ്റിമേറ്റ് ആകാനായിട്ട് സ്ത്രീക്ക് വേണ്ടത് എന്താണ്? അവർക്ക് വേണ്ടത് അവരുടെ ജീവനെ കഴിഞ്ഞും വലുത് കെയറാണ്. കെയറാണ്. അപ്പൊ അവർക്ക് പ്രത്യേക പരിഗണന, അവരെ പ്രത്യേകം ട്രീറ്റ് ചെയ്യുന്ന ആ രീതിയിൽ ഭർത്താവ് പെരുമാറണം. അപ്പൊ സ്ത്രീ വളരെ ലോലമാണ്, സോഫ്റ്റാണ്, പളുങ്കുപാത്രം പോലെയാണ്, വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. അതൊക്കെ കെയറുമായിട്ടുള്ള കാര്യമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പൊ അവർക്ക് കെയർ കൊടുക്കുന്നതിനെ കുറിച്ച് നമ്മൾ വായിക്കുകയും, കെയർ എന്തെല്ലാം വിധത്തിൽ കെയർ കൊടുക്കണം, മാനസികമായി സപ്പോർട്ട് കൊടുക്കണം. അപ്പോൾ ഈ പിന്നെ വൈഫുമായിട്ട് കൂടുതൽ അടുക്കാൻ, ഇതിനകത്ത് ഏറ്റവും വലിയൊരു ആവശ്യം വൈഫുമായിട്ട് ഒത്തിരി സംസാരിക്കാനായിട്ട്, അല്ലെ വൈഫ് സംസാരിക്കുന്നതൊക്കെ കേട്ടോണ്ടിരിക്കാനായിട്ട്. വൈഫ് സംസാരിക്കുന്നതെല്ലാം നമ്മൾ ശ്രദ്ധാപൂർവം കേട്ട് 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 ഇരിക്കാൻ കഴിയാന്ന് പറഞ്ഞാൽ അത് വലിയൊരു സംഭവമാണ്. അതുപോലെ തന്നെ വൈഫിന് ദേഷ്യം വരിക, വൈഫിന് പേടി വരിക, വൈഫിന് സങ്കടം വരിക, ഇങ്ങനെ വരുന്നതിനകത്തെല്ലാം അവിടെയും നമുക്ക് പ്രധാനപ്പെട്ട റോളുണ്ട് ആ വികാരങ്ങളുമായിട്ട് കൈകാര്യം ചെയ്യുമ്പോൾ. അപ്പൊ നമുക്ക് ഇവിടെ ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഉണ്ടാക്കുക. അതുപോലെ തന്നെ നമ്മൾ, അപ്പൊ ഈ എക്സാമ്പിൾ പറയാം. ഞാൻ ചെന്നൈയിൽ വെച്ച് കണ്ട ഒരു ലേഡി ഡോക്ടർ, ഗൈനക്കോളജിസ്റ്റുമാണ് അവര്. ഞാനൊരു ചെറിയ കോൺഫറൻസിലായിരുന്നു, ഒരു അമേരിക്കൻ കോൺഫറൻസിലായിരുന്നു. അവരതിനകത്ത് പറഞ്ഞൊരു കാര്യം, അവരുടെ പുരുഷൻ അവർക്ക് ഏറ്റവും നെസസിറ്റി ഉണ്ടായിരുന്നപ്പം വന്നില്ല. അതായത് പ്രസവ സമയത്ത് അവരുടെ പ്രസവം വന്നപ്പോൾ വന്നില്ല. അതുകൊണ്ട് തന്നെ എനിക്കിനി അയാളുമായിട്ട് യാതൊരു ബന്ധവും വേണ്ട അപ്പോ എന്നവർ പ്രഖ്യാപിച്ചു. എനിക്കതുകൊണ്ട് ഇനി ഒരിക്കലും എൻ്റെ ഡെഡ് ബോഡി കാണാൻ പോലും അയാൾ വരരുത്. ഹസ്ബൻഡിനെ കുറിച്ച് അവർ പറഞ്ഞതാണ്. അപ്പോൾ ഒന്ന് രണ്ട് പേര് ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങളുടെ ഡെഡ് ബോഡി പോലും കാണാനായിട്ട്, നിങ്ങളുടെ കുഞ്ഞിനെ കാണാൻ വരണ്ടേ? വേണ്ട, എൻ്റെ കുട്ടിയെ കാണാൻ വരണ്ട, എൻ്റെ ഡെഡ് ബോഡി കാണാൻ പോലും അയാൾ വരരുത്. അപ്പൊ ഞാൻ അടുത്ത ടീ ബ്രേക്ക് ആയിരുന്നു. ടീ ബ്രേക്കിനകത്ത് ഞാൻ അവരോട് ചോദിച്ചു, യു ആർ എ മെഡിക്കൽ പ്രൊഫഷണൽ, ഐ ഹാവ് ഗോട്ട് എ ഡൗട്ട്, ഐ ആം എ സൈക്കോളജിസ്റ്റ്. ഇൻ കേസ് നിങ്ങളുടെ ഹസ്ബൻഡിന്, നിങ്ങളുടെ പുരുഷന് ഏതെങ്കിലും വിധത്തിലുള്ള ഒരു ഡിപ്രഷനും കൊണ്ടാണ് അയാൾ വരാതിരുന്നത്. അപ്പോൾ ഇവർ എൻ്റെ അടുത്ത് പറയുവാണ്, അതൊരു വലിയൊരു 5 സ്റ്റാർ ഹോട്ടലാണ്. 5 സ്റ്റാർ ഹോട്ടലിൽ ഈ പ്രോഗ്രാം നടക്കുന്നതിനകത്തുനിന്ന് ഞാനും ഇവരും കൂടെ ഇറങ്ങി വർത്താനം പറഞ്ഞുകൊണ്ട് ഞങ്ങൾ രണ്ടും കൂടെ പോയി, രണ്ടുപേരും ഓരോ ടീ കയ്യിലെടുത്തു. അപ്പോൾ ടീ കുടിച്ചുകൊണ്ടാണ് പറയുന്നത്. അപ്പം ഞാൻ ചോദിച്ചു, ഇനി നിങ്ങളുടെ ഹസ്ബൻഡിന് വല്ല ഡിപ്രഷനുമായിട്ട് അതുകൊണ്ടാണോ നിങ്ങളുടെ ഏറ്റവും നെസസിറ്റി ഉണ്ടായിരുന്നപ്പോൾ നിങ്ങൾ വിളിച്ചപ്പോൾ നിങ്ങളുടെ പ്രസവം അടുത്ത സമയത്ത് അയാൾ വരാതിരുന്നത്? അപ്പോൾ അവരെന്നെ ഒന്ന് സൂക്ഷിച്ച് നോക്കി. അപ്പം ഞാൻ പറഞ്ഞു, അത് വരാമല്ലോ, അങ്ങനെ സംഭവിക്കാമല്ലോ. അപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞു, ഡോണ്ട് സപ്പോർട്ട് ഹിം, ഐ ഹാവ് കം ടു ഹാവ് എ കോഫി വിത്ത് യു, നോട്ട് ടു ടോക്ക് അബൌട്ട് ഹിം, ഡോണ്ട് സപ്പോർട്ട് ഹിം, ഐ ഡോണ്ട് വാണ്ട് ടു ഹിയർ എനിത്തിങ് ഫ്രം യു. ഇതെന്താ, അന്ന് കണ്ടുമുട്ടി എന്നോട് അവർക്ക് ഹസ്ബൻഡിന് ഞാനിങ്ങനെ ഒരു സംശയം ചോദിച്ചതാണ്, ഇനി അയാൾക്ക് ഡിപ്രഷനാണോ ഇല്ലോ എന്നൊന്നും അവർക്ക് അറിയണ്ട. അവർ പറയുന്നൊരു കാര്യം, അവർ പ്രസവ സമയത്ത് വിളിച്ചിട്ട് വന്നില്ല, അതുകൊണ്ട് എനിക്കിനി അയാളെ ജീവിതത്തിൽ കാണണ്ട, എൻ്റെ ഡെഡ് ബോഡിക്ക് പോലും അവർ വരരുത്. ഇതാണ്. അപ്പോൾ അത്രയും വിദ്യാഭ്യാസമുള്ളൊരു സ്ത്രീയാണ്,
മോർ ഓവർ ഷീസ് എ മെഡിക്കൽ ഡോക്ടർ. അപ്പൊ അവർക്ക് ആ നീഡ്, അതായത് ഒരു പ്രസവത്തോട് അടുത്ത് വന്നപ്പോൾ ഒരു സ്ത്രീക്ക് ഉണ്ടാകാവുന്ന ഒരു അസന്നിഗ്ധമായ ഇല്ല ഒരു ആങ്സൈറ്റി ഉള്ള അവസ്ഥയിൽ അവരുടെ ഭർത്താവിനെ കൂടെ കിട്ടിയില്ല എന്നുള്ളത് ഒരിക്കലും അവർക്ക് പൊറുക്കാൻ പറ്റാത്തൊരു തെറ്റാണ് എന്നായിട്ടാണ് അവരെടുത്തേക്കുന്നത്. അപ്പോ ഒരു പക്ഷേ അയാൾ ഒരു കേസിൽ പെട്ടത് കൊണ്ടോ ഇല്ലെങ്കിൽ വേറെ അയാളുടെ നേറ്റീവ് സ്ഥലത്ത് ഒരു പ്രശ്നം ഉണ്ടായതുകൊണ്ടോ ഇങ്ങനെ പല കാര്യങ്ങൾ കൊണ്ടും അത് അയാളെ കേട്ടാലും മാത്രം, പക്ഷെ അതിനുശേഷം അയാളോ കേൾക്കാൻ അയാളോട് സംസാരിക്കാൻ അവർ തയ്യാറായിട്ടില്ല. അപ്പൊ അത് പറഞ്ഞാൽ ഞാൻ പറഞ്ഞാല് ഒരു സ്ത്രീയുമായിട്ട് നമ്മൾ അടുക്കണം എന്നുണ്ടെങ്കിൽ, ഒരു സ്ത്രീയുമായിട്ട് അടുക്കണം എന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടത് നമ്മൾ ഇമോഷണലി സപ്പോർട്ട് ചെയ്യണം. അപ്പൊ അവള് പിന്നെ എന്താണ് മാനസികമായി തകർന്നു നിൽക്കുന്ന ഒരു സമയത്ത് നമ്മൾ കൂടെ ഇല്ല എന്നുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ പ്രശ്നമായിട്ടാണ് അവരെടുക്കുന്നത്. പുരുഷൻ അത്ര ഒന്നും വിലയൊന്നും കൊടുക്കത്തില്ല. അതൊക്കെ നമ്മൾ മാനേജ് ചെയ്തോളാം എന്നേ എടുക്കത്തുള്ളൂ. നിങ്ങളുടെ ഭാര്യ സൈക്കിളിൽ നിന്ന് വീഴുകയോ സ്കൂട്ടറിൽ നിന്ന് വീഴുകയോ എന്തെങ്കിലും ചെയ്തിട്ട് ഹോസ്പിറ്റലാകുക, പെട്ടെന്ന് വിളിച്ചു പറഞ്ഞു. അപ്പൊ നിങ്ങൾ എന്തേലും ഇപ്പൊ എങ്ങനെയുണ്ട്, അപകടം ഉണ്ടോ? ഇല്ല, അപകടമില്ല, കാലിന് പോറലേ ഉള്ളൂ, ഫ്രാക്ചർ ഒന്നും ഇല്ലാതെ ഡോക്ടർ പറഞ്ഞു, സ്കാൻ ചെയ്തു. നമ്മളത് കേട്ടിട്ട് നമ്മൾ എമർജൻസിയിൽ നിൽക്കുകയാണ്, നമുക്ക് പോകാൻ പറ്റിയില്ല. ആ ഒരൊറ്റ കാര്യം മതി അവളുടെ ജീവിതകാലം മുഴുവൻ എനിക്ക് അപകടം പറ്റി, ഞാൻ ഹോസ്പിറ്റലിൽ തന്നെ ആംബുലൻസിൽ എടുത്തോണ്ട് പോയിട്ട് മനുഷ്യൻ വന്നില്ല എന്ന് പറയുന്നത്. നമ്മൾ കെട്ടണം പണിതുകൊണ്ടിരിക്കുമായിരിക്കും, ഒത്തിരി പേര് വാർക്കക്കാർ നിൽക്കുമായിരിക്കും. ഇവക്ക് എന്താണ് കാലൊടിഞ്ഞില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് സമാധാനമായി, ദൈവമേ രക്ഷപ്പെട്ടല്ലോ. നമ്മൾ ആ പണിയെന്ന് അവിടെ നിന്ന് തീർത്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ ഭാര്യ എടുത്തിട്ട് റഷ് ചെയ്യാൻ വിളിക്കുകയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അതല്ല. അവരെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഹോസ്പിറ്റലിൽ കിടന്നപ്പം വന്നില്ല, അവരെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ അവിടെ ഞാൻ ചെന്നൈയിൽ കണ്ട ലേഡിക്കും അയാളുടെ സ്വത്തും ഒന്നും വേണ്ട, അയാൾക്ക് ഇഷ്ടംപോലെ സ്വത്തുണ്ട്, സ്വത്ത് ഒരു വകയും വേണ്ട, എനിക്ക് ആ മനുഷ്യനെ കാണണ്ട. ഇതാണ് ഒരു സ്ത്രീയുടെ മാനസികാവസ്ഥ. അപ്പൊ എനിക്ക് പറയാനുള്ളത്, ഞാൻ സെക്സിനെ കുറിച്ച് പറഞ്ഞു, സെക്സ് മാത്രമേ പറഞ്ഞുള്ളൂ. അതിൻ്റെ കൂടെ സെക്സിന്റെ കൂടെ പറഞ്ഞപ്പം അവള് ഇമോഷണലി തകർന്നു നിൽക്കുവാണെങ്കിൽ, അപ്പൊ ഭാര്യയ്ക്ക് അമ്മയെ വലിയ ഇഷ്ടമാണ്, അമ്മയ്ക്കൊരു അപകടം പറ്റി, വീണു, പ്രശ്നമുണ്ടായി, നമ്മൾ പെട്ടെന്നൊന്നും പോകാതെ അത് ചവിട്ടി നിന്ന് കഴിഞ്ഞാലും അതും അവൾക്കൊരു വലിയ പ്രശ്നമാണ്, ഹ്യൂജ് പ്രോബ്ലമാണ്. അപ്പോൾ സ്ത്രീ എപ്പോഴാണോ ഇമോഷണലി അപ്സെറ്റ് ആകുന്നത് ആ സമയത്ത് പുരുഷന്മാർ പ്രത്യേകം നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്, നിങ്ങളുമായിട്ട് ഒരു സാറ്റിസ്ഫൈയിങ് സെക്സ്, നിങ്ങളുടെ സെക്സ് ലൈഫ് ഭംഗിയായിട്ട് നടക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഇമോഷണൽ ഇൻറ്റിമസി, എനിക്കൊരു പ്രശ്നം വന്നാൽ അദ്ദേഹം ഉണ്ട്, അങ്ങേരുണ്ട് എന്നുള്ളൊരു ചിന്ത ഈ സ്ത്രീക്ക് കൊണ്ടുവരണം. അതാണ് ഞാൻ പറഞ്ഞ ഇമോഷണൽ ഇൻറ്റിമസി. പേടിക്കണ്ട, നമുക്ക് ശരിയാക്കാം, ധൈര്യമായിട്ടിരുന്നോ, ഞാനുണ്ടല്ലോ. അപ്പൊ അത് ഒരു പുരുഷനെ കഴിഞ്ഞ് വളരെ കൂടുതലാണ് സ്ത്രീക്ക് ഇമോഷണൽ സപ്പോർട്ട് വേണ്ടത്, വലിയ രീതിയിൽ വേണ്ട ഒരു സപ്പോർട്ട് തന്നെയാണ്. ഒറ്റപ്പെട്ടിരിക്കുക, ആരും ഇല്ലാതിരിക്കുക, അവളെ ഒറ്റയ്ക്കിട്ടിട്ട് പോകുക. പുരുഷന്മാർ പലപ്പോഴും ചെയ്യുന്നൊരു മണ്ടത്തരമുണ്ട്, ഒത്തിരി പുരുഷന്മാർ ചെയ്യാറുണ്ട്, നിങ്ങളുടെ പുരുഷൻ ചെയ്യാറില്ലെങ്കിൽ ഭാഗ്യം. കല്യാണത്തിന് പോവുകയാണെങ്കിൽ, കല്യാണത്തിന് വല്ല പബ്ലിക് പരിപാടിക്കൊക്കെ പോവുകയാണെങ്കിൽ ഭാര്യയായിട്ട് അവിടെ ചെല്ലും. ഭാര്യയായിട്ട് അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മളൊരു പുതിയ സിറ്റുവേഷനിലാണ്. പക്ഷെ ഭാര്യയ്ക്ക് കൂട്ടൊന്നും ഇല്ലെങ്കിലും നമ്മുടെ കൂട്ടുകാരെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അവരുടെ കൂടെ പയ്യെ സംസാരിച്ചങ്ങ് പൊക്കോളും. നമ്മുടെ ഒരു ചിന്താഗതി ഇരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഭാര്യയ്ക്ക് പറ്റിയ പെണ്ണുങ്ങളുമായിട്ട് അവർ കൂടി സംസാരിച്ചു വേണം. ഇവർക്ക് അവിടെ ആരെയും പരിചയം കാണത്തില്ല, ഒറ്റയാളെയും പരിചയം കാണത്തില്ല. അപ്പൊ ഇവരെ സംബന്ധിച്ചിടത്തോളം അവിടെ കൊണ്ട് ഉപേക്ഷിച്ചു എന്നൊരു ഫീലിംഗ് ആണ്. ചെറിയ കൊച്ചു കാര്യമാണ്, പക്ഷെ അവർ ചിന്തിക്കുന്നതെന്ന് പറഞ്ഞാൽ എന്നെ അവിടെ കൊണ്ട് അങ്ങനെ ഉപേക്ഷിച്ചു, കെയർ ചെയ്തില്ല, മൈൻഡ് ചെയ്തില്ല. അപ്പൊ അവിടെ വേറെ ഒന്നും ചെയ്യാനില്ല, നിങ്ങളുടെ കൂട്ടുകാർ നിൽക്കുവാൻ, അവരുമായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഞാനാണ് എന്ത് ചെയ്യും? ഞാനാണ് ഇങ്ങനെ നോക്കും ആരാണ് സ്ത്രീകള് ഓപ്പൺ ആയിട്ട് നിൽക്കുന്ന ഗ്രൂപ്പ്, ഭാര്യയെ കൂട്ടിക്കൊണ്ട് നേരെ ചെന്ന് ചിരിച്ച് അവരുടെ അടുത്ത് പരിചയപ്പെടും.
പരിചയപ്പെട്ടിട്ട് ചോദിക്കും എവിടാ 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 സ്ഥലം എവിടാ കാര്യങ്ങളൊക്കെ ചോദിച്ചു. ഓ വെരി ഗുഡ് ഗ്രേറ്റ് എന്നൊക്കെ പറഞ്ഞതിന് ശേഷം ഞാൻ പറയും നിങ്ങൾക്ക് കൂടാൻ ഒരാളെ കൂടെ തരട്ടെ, ഷീസ് മൈ വൈഫ് എന്ന് പറഞ്ഞ് അപ്പൊ വൈഫിനോട് ഞാൻ നേരത്തെ പറഞ്ഞു വെച്ചേക്കും, ആ ഏൽപ്പിച്ചേക്കുന്ന ആൾക്കാരെ നിനക്ക് ഇഷ്ടമാണെങ്കിൽ കൈ കൊണ്ടൊന്ന് കാണിച്ചേക്കണം, ഓക്കെ എന്നൊന്ന് കാണിച്ചേക്കണം എന്ന്. താഴെ വെച്ചൊന്ന് കാണിച്ചാൽ മതി, താഴെയോട്ടൊന്ന് കാണിച്ചാൽ മതി, ഓക്കെ ആണ്, അല്ല നമുക്ക് അടുത്ത ആളെ പിടിക്കാം. അപ്പൊ ജസ്റ്റ് ഒരു സ്ത്രീയോ രണ്ടോ സ്ത്രീകളെ പരിചയപ്പെടുത്തി കൊടുത്തിട്ട് ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾക്ക് അവിടെ നിന്ന് വലിയ നിങ്ങൾക്ക് പുരുഷന്മാരുമായിട്ട് സംസാരിക്കുകയോ, നിങ്ങൾ പിന്നെ മതി മറന്ന് 3-4 മണിക്കൂർ കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ നിങ്ങൾ ഫ്രീ ആകുന്ന, നോ ഇഷ്യൂ. പക്ഷേ നിങ്ങളുടെ വൈഫിനെ പരിചയപ്പെടുത്തി ഒരു സ്ത്രീയായിട്ട് കൂട്ടുകൂടിക്കാതെ നിങ്ങൾ അവിടെ കൊണ്ടുവന്ന് കളഞ്ഞിട്ട് പോയി എന്ന് ഭാര്യ പറയുന്ന അവസ്ഥ വന്നു കഴിഞ്ഞിട്ട് പിന്നെ വീട്ടിൽ വന്നിട്ട് എങ്ങനെയാ സെക്സ് നടക്കുക? അന്നത്തെ കാര്യം പോട്ടെ, ആഴ്ചത്തെ കാര്യം പോട്ടെ, ആ മാസത്തെ കാര്യം പോട്ടെ, ആ വർഷവും അടുത്ത വർഷം എല്ലാം ഇവള് മനസ്സിൽ സൂക്ഷിച്ചു വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. അപ്പൊ ഈ സ്ത്രീയുമായിട്ട് നമ്മൾ അടുക്കുമ്പോൾ അവർക്ക് മാനസികമായിട്ട് സപ്പോർട്ട് ഉണ്ടായിരിക്കാനായിട്ട് അപരിചിതമായ സ്ഥലം, ഞാൻ പുസ്തകത്തിൽ ഇങ്ങനെ കുറെ, ഇത് ഇവിടെ പറഞ്ഞ് തീരത്തില്ല, കുറെ ഐറ്റംസ് ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ നിന്ന് വരാവുന്ന, പുരുഷന്റെ കയ്യിൽ നിന്ന് വരാവുന്ന മിസ്റ്റേക്കുകൾ. പിന്നെ വേറൊരു കാര്യം, കാരണം ഇമോഷൻ വർക്ക്സ് എന്നാണ് പറഞ്ഞേക്കുന്നത്. ഈ നമ്മുടെ ഭാര്യയെ കുറിച്ച് ആരെങ്കിലും ഒരു ജോക്ക് പറഞ്ഞെന്നിരിക്കട്ടെ, നമ്മുടെ അമ്മയോ സഹോദരിയോ ഇല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തോ ഫാമിലി കൂടിയപ്പോഴോ എന്തെങ്കിലും ഈ ജോക്ക് പറയുമ്പം നമ്മൾ ചിരിച്ചു കഴിഞ്ഞാൽ പോയി. നമ്മൾ ചിരിക്കാതിരുന്നാൽ മതി. നമ്മൾ ചിരിച്ചു കഴിഞ്ഞാൽ ഷീ വിൽ ഗെറ്റ് ഇൻസൾട്ടഡ്. ഇതാണ് സ്വാഭാവികത. അല്ല, നിങ്ങളുടെ ഭാര്യ ഇൻസൾട്ടഡ് ആകാതിരിക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ പ്രത്യേക കഴിവുകൊണ്ടാണ്. അപ്പൊ ഭാര്യ ആരെങ്കിലും കളിയാക്കിയാൽ നമ്മൾ ചിരിക്കാൻ പാടില്ല. തിരിച്ചും പറയാം, ഭർത്താവിനെ ആരെങ്കിലും കളിയാക്കിയാൽ ഭാര്യയും ചിരിക്കാൻ പാടില്ല. ഭർത്താവിനെ ആരെങ്കിലും ഒന്ന് കളിയാക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഭാര്യയും ചിരിക്കാൻ പാടില്ല. അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് നമുക്ക് വരുന്ന സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ അതെല്ലാം വെച്ചിട്ട് നോക്കുമ്പോഴത്തെ അപ്പൊ ഇമോഷണൽ സപ്പോർട്ട് എന്ന് ഞാൻ പറഞ്ഞ ആ ഇമോഷണൽ സപ്പോർട്ട് കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു നല്ല ഒരു ബന്ധം അതിൽ നിന്നുണ്ടാവുള്ളൂ. ആ ഭാഗത്ത് നമുക്ക് നല്ലൊരു റിലേഷൻഷിപ്പ് വരണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു സംഭവം കൂടെ വരണം. പിന്നെ ഈ പറഞ്ഞ പോലെ സ്ത്രീയെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് പറയുക, ഇത് നമുക്ക് നല്ല ബന്ധം ഉണ്ടാകത്തില്ല. പലപ്പോഴും പുരുഷന്മാരെ കളിയാക്കും. ഈ പെണ്ണുങ്ങളെ കളിയാക്കിയാലൊന്നും ഭാര്യയ്ക്ക് വലിയ പ്രശ്നമില്ല. ഈ കളിയാക്കുമ്പം അവളുടെ ആങ്ങളെ പറഞ്ഞ് കളിയാക്കുക, അപ്പനെ പറഞ്ഞ് കളിയാക്കുക, അമ്മയെ പറഞ്ഞ് കളിയാക്കുക, ഫാമിലിയെ പറഞ്ഞ് കളിയാക്കുക. നമ്മളത് കഴിഞ്ഞ് എത്രയൊക്കെ ഇതായാലും അവളുമായിട്ട് സെക്സിന് ചെല്ലുമ്പോഴത്തേക്കും അവൾ ഓപ്പൺ അപ്പ് ആവില്ല. വലിയ പ്രശ്നമാണ്. അവൾ ഓപ്പൺ അപ്പ് ആവില്ല. കാരണം എന്താ? എന്റെ ഫാമിലി ആയാലും കുറ്റം പറഞ്ഞു. ഓക്കെ, അപ്പൊ ഈ ഇമോഷണലി ഉള്ള ഒരു കരുതല്, സ്ത്രീയോട് നമുക്ക് വേണ്ടുന്ന കരുതല് ഉണ്ടാവണം. അപ്പം ഈ സെക്സ് ശരിയാകണം, സെക്ഷൽ ഇന്റിമസി വരണമെങ്കിൽ നമ്മൾ മൈൻഡിന്റെ ഇന്റിമസി വരണം, ഇമോഷണൽ ഇന്റിമസി വരണം. പിന്നെ ഈ ഹയർ ലെവലിലുള്ള സ്ത്രീകളാണെങ്കിൽ, ഹയർ ലേണിംഗ് ഒക്കെയുള്ള സ്ത്രീകളാണെങ്കിൽ അവർക്ക് ഈ കുറച്ചെങ്കിലുമൊക്കെ ഒരു ഇന്റലക്ച്വൽ ആയിട്ടൊരു മാച്ചിങ് കൂടെ വരണം. ഇയാളൊരു പൊട്ടനെ പോലെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ രക്ഷയില്ല. അപ്പൊ അവർ തങ്ങളിൽ ഒരു സീറ്റിംഗ് ആകണമെന്നുണ്ടെങ്കിൽ പലപ്പോഴും ഈ ഹയർ ലെവലിലുള്ള ആൾക്കാർ തമ്മിൽ സംസാരിച്ചിട്ട് കല്യാണം നടക്കാതെ പോയത് പലപ്പോഴും ഈ ഓപ്പോസിറ്റ് ആള് ചിലപ്പം പുതിയ വല്ല ബ്രാൻഡിനെ കുറിച്ചോ സ്ഥലത്തെക്കുറിച്ചോ സിനിമയിലെ വിശേഷമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പോയി. ഇന്റലക്ച്വൽ ആയിട്ടുള്ള ടേസ്റ്റ് ഉള്ള ആളെ സംബന്ധിച്ചിടത്തോളം ഭർത്താവിന്റെ കയ്യിൽ നിന്ന് എപ്പോഴും ആഗ്രഹിക്കുന്നത് ഇന്റലക്ച്വൽ ആയിട്ടുള്ളൊരു കാര്യം കേൾക്കാനാണ്. ഇമോഷണൽ വേണം, മൈൻഡിന്റെ വേണം. അപ്പൊ അവിടെ അങ്ങനെ ഒരു ഇന്റിമസി തന്നെ നമുക്ക് നടക്കണം. പിന്നെ ഈ വൈഫിന്റെ ലെവൽ ഓഫ് സ്പിരിച്വാലിറ്റി, ഇപ്പൊ പല പുരുഷന്മാരെന്ത് ചെയ്യുന്ന പള്ളീനെ കുറ്റം പറയും, ഭാര്യ സമ്മതിക്കത്തില്ല. അപ്പൊ ഇങ്ങനൊരു സംഭവം ഉണ്ടാകാറുണ്ട്. ഇനി നമുക്ക് ഏറ്റവും വളരെ വലുതായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യം ഇക്കണോമിക് സക്സസിനെ കുറിച്ചാണ്. അതായത് ഭാര്യ
ഇക്കണോമിക്കലി ഒന്നും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റാതാകുക. ഭാര്യ ഒരു വിധത്തിലും ഇക്കണോമിക്കലി, കാരണം ഇയാൾ സാമ്പത്തികമായിട്ട് ഭയങ്കര പ്രശ്നത്തിലാണ്, പക്ഷെ ഭാര്യയ്ക്ക് ഒരു വിധത്തിലും ഇക്കണോമിക്കലി അയാളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റാതെ ആകുക. അത് തീർച്ചയായിട്ടും അവർ തമ്മിലുള്ള ബന്ധം തകർത്ത് കളയും. അപ്പൊ ഇത് മറ്റൊന്നും കൊണ്ടുമല്ല, അയാളെ കഷ്ടപ്പെടുമ്പോൾ അവർക്ക് ഇക്കണോമിക്കലായിട്ട് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അപ്പൊ സ്ത്രീ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നത്തെ സ്ത്രീ വിലയില്ലാത്തവളാകാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും വിധത്തിലുള്ള ഒരു ഇക്കണോമിക്, അതായത് നമ്മളിപ്പം പൈസ ഉണ്ടാകണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ്. നമുക്ക് എന്തെങ്കിലും ഒരു സംഭവം എടുത്തിട്ട് നമ്മളൊരു ഓൺലൈൻ സർവീസ് കൊടുത്താൽ പോലും, ഓൺലൈനിൽ സെയിൽ നടത്തിയാൽ പോലും, ഇപ്പൊ എൻ്റെ ഒരു സ്റ്റുഡൻ്റ്, ഒരു ലേഡി തൃശ്ശൂരാണ്. ഹസ്ബൻഡിന് സാമ്പത്തികമായിട്ട് അവർ തകർന്നു പോയി, ക്ലാസ്സിലൊക്കെ വന്നതാണ്. അപ്പൊ അതിനകത്ത് ലേഡി എന്താ ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, നമ്മുടെ തന്നെ ക്ലാസ്സിൽ വന്ന ഒരാളുമായിട്ട് പരിചയപ്പെട്ടിട്ട് അയാളുടെ ടെക്സ്റ്റൈൽ ഷോപ്പിൽ പോയിട്ട് അവിടെ നിന്ന് ഇന്നർ വെയർ വാങ്ങിച്ചിട്ട് അവര് കുറച്ച് സ്റ്റോക്ക് എടുത്ത്, അവർ ഇച്ചിരി സ്വർണം വിറ്റിട്ട് ആ കാശ് അവിടെ കൊണ്ട് കൊടുത്തിട്ട് സ്റ്റോക്ക് എടുത്തിട്ട് ആ സ്റ്റോക്ക് അവര് വാട്സപ്പിൽ കൂടെ ഒക്കെ പ്രൊമോട്ട് ചെയ്ത് അവരുടെ ചുറ്റുവട്ടത്തുള്ള സ്ത്രീകളൊക്കെ വന്ന് ഇത് വാങ്ങിക്കും. അപ്പൊ സ്ത്രീകളൊക്കെ വന്ന് വാങ്ങിക്കും, ഇവര് അയച്ചു കൊടുക്കും. വേണമെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ചില ഇതൊക്കെ നല്ലതെടുത്തൊക്കെ കൊടുത്തപ്പോഴത്തേക്ക് നിസ്സാര വിലയേ ഉള്ളൂ, നല്ലതൊക്കെ എടുത്ത് കൊടുത്തപ്പോൾ നല്ല ഇത് കിട്ടി. അപ്പൊ ഈ ഹസ്ബൻഡ് സാമ്പത്തികമായിട്ട്, അപ്പൊ ഇവര് തങ്ങളില് ഒരു മൈൻഡ് മാസ്റ്ററിക്ക് വന്നിട്ടുള്ളൂ, ബിസിനസിന്റെ ക്ലാസ്സിലൊന്നും വന്നിട്ടില്ല. അപ്പൊ ഇവർ തങ്ങളിൽ ഒരു വലിയ അന്തരമുണ്ട്. ഇവർ പറഞ്ഞു, ഞങ്ങള് അങ്ങ് പൂർണ്ണമായിട്ട് അങ്ങ് സിങ്ക് ആയിട്ടില്ല, ഒരു കുഞ്ഞൊക്കെ ആയെങ്കിലും സിങ്ക് ആയിട്ടില്ല. അപ്പൊ ഞാൻ അന്ന് ക്ലാസ്സിൽ ഇങ്ങനെ പറഞ്ഞു, നമ്മൾ എന്തെങ്കിലും ഒരു ഇൻകം പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്ത്രീ ആണെങ്കിൽ ബന്ധം ബെറ്റർ ആകും. അപ്പൊ അവരെന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, ഇന്നർ വെയർ എടുത്തിട്ട് ഇതിലൂടെ വാട്സപ്പിലൂടെ അവർക്ക് പരിചയമുള്ളവർക്ക് എല്ലാം കൊടുത്തിട്ട്, അപ്പോൾ അങ്ങനെ അവരുടെ വീട്ടിലൊരു അഡീഷണൽ ഡെസ്ക് ഇട്ടു. ആ ഡെസ്കിൽ ഇത് കൊണ്ട് വെച്ചേക്കും. 2 മണിക്കൂറാണ് ഡിസ്പ്ലേ ഉള്ളത്. ആൾക്കാർക്ക് വന്ന ആ സമയത്ത് നോക്കി ഇഷ്ടപ്പെട്ടത് വാങ്ങിച്ചുകൊണ്ട് പോകാം. വേറെ വല്ല ഐറ്റം പറയുവാണെങ്കിൽ അത് ആ കടയിൽ നിന്ന് ചോദിച്ചിട്ട് എടുത്തു കൊടുക്കും. ചുരുക്കം പറയുകയാണെങ്കിൽ അവർ 1 ലക്ഷം രൂപയെ ഇൻവെസ്റ്റ് ചെയ്തോളൂ സ്വർണം വിറ്റിട്ട്. അവർക്ക് എല്ലാം കഴിഞ്ഞിട്ട് 50,000 രൂപ മാസം കിട്ടും. അവർ മിടിക്കുകയാണ്, എല്ലാവരുമായിട്ട് ഇടപെട്ട് ഒത്തിരി വിൽക്കുന്നുണ്ട്. അപ്പോൾ 4-5 ദിവസം കൂടുമ്പോൾ സ്റ്റോക്ക് എടുക്കും. നമ്മളതിനൊരു പാർട്ടിസിപ്പൻ്റ് ഹോൾസെയിൽ സ്റ്റോറിൽ നിന്നാണ് കൊണ്ടുവന്നത്. സ്റ്റോക്ക് എടുക്കും, അത് ചെയ്യും. ചുരുക്കം പറഞ്ഞാൽ ഏറ്റവും ചുരുങ്ങിയത് മാസം ഒരു 50,000 റുപ്പീസ് അവരുണ്ടാക്കും. അപ്പൊ അവിടെ ഈ ഭർത്താവ് ഇങ്ങനെ പൊളിഞ്ഞു നിൽക്കുന്ന സമയത്ത് ഭാര്യ പെട്ടെന്നൊരു ബിസിനസ് ചെയ്ത് അത് വിജയമായി. വീട്ടു ചെലവ് നടക്കും, വാടക നടക്കും, അതിനൊന്നും ഭർത്താവിന്റെ കയ്യിൽ നിന്നൊന്നും വേണ്ട. ഭർത്താവിനും ആഹാരം കിട്ടും, എന്തെങ്കിലുമൊക്കെ ഭർത്താവിന് അത്യാവശ്യമുണ്ട്, അതിനും ഇവരുടെ കയ്യിൽ നിന്ന് ചില്ലറയുണ്ട്. അയാൾ താൽക്കാലികമായൊരു പൊളിച്ചിലായിരുന്നു. പക്ഷെ ഇവരുടെ ഈ സാമ്പത്തിക സഹായം അയാൾ വലിയ, അപ്പൊ ഇവർ തങ്ങളിൽ ചെറിയ കിറുകിറുപ്പെല്ലാം ഉണ്ടായത് മാറി. അവർ പിന്നെ എൻ്റെ അടുത്ത് പറയുമായിരുന്നു, ഞാൻ ഈ ബിസിനസ് തുടങ്ങി എൻ്റെ കാലിൽ നിൽക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് ഭർത്താവ് എന്നെ ശരിക്കും സ്നേഹിക്കാൻ തുടങ്ങിയത്. ഞാൻ ചോദിച്ചു, ഒന്നുകൂടെ വിശദമാക്കി പറയാമെന്ന് ചോദിച്ചു. അപ്പൊ എന്താ വെച്ചാൽ ഈ മൈൻഡ് മാസ്റ്ററിയിലൊക്കെ വന്നിട്ടുള്ള സ്ത്രീകൾക്കൊക്കെ എന്നോട് വളരെ ഓപ്പൺ ആയിട്ടാണ് പറയുന്നത്. കാരണം ഞാൻ സെക്സിനെ കുറിച്ചൊക്കെ വളരെ ഓപ്പൺ ആയിട്ട് സാധാരണയായിട്ട് പറയുന്നതുകൊണ്ട് തന്നെയുമല്ല, അതിനകത്തോടെ നമുക്ക് രക്ഷപ്പെടേണ്ട ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുള്ളതുകൊണ്ട്. അപ്പൊ അവരോട് ഞാൻ ചോദിച്ചു, എന്താണ് നിങ്ങളിപ്പോ ഈ സ്നേഹം കൂടിയെന്ന് ചോദിക്കുന്നത്. അപ്പൊ അവർ പറഞ്ഞെന്നറിയോ, അയാള് ബിസിനസ്സിൽ പൊളിഞ്ഞു നിൽക്കുമ്പോൾ ഇവര് ഇന്നർ വെയർ നടത്തി 50,000 വരെ ഉണ്ടാക്കി, അതിൽ പിന്നെ അതുപോലെ വരുമാനം ഉണ്ടാക്കി ഇൻഡിപെൻഡന്റ് ആയപ്പോൾ ഭർത്താവിന് ഒത്തിരി, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭർത്താവ് അത് കഴിഞ്ഞപ്പോഴത്തേക്കുള്ള സെക്സിന്റെ ഒക്കെ ടൈം ഒരുപാട് കൂടി. ഒരുപാട് വർത്താനം പറയും, ഭാര്യയെക്കൊണ്ട് ഒരുപാട് വർത്താനം പറയിക്കും. ഭർത്താവിന് ഭാര്യയ്ക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചുകൊണ്ട് കൊടുക്കും. ഇടയ്ക്ക് വിളിച്ചിട്ട് ചോദിക്കും, ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിക്കും. അവർ പറഞ്ഞൊരു കാര്യമാണ്, ഇടയ്ക്ക് വിളിച്ചിട്ട് ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിക്കും. വീട്ടിൽ നിന്ന് പോയാലും വരുന്നതിനിടയ്ക്ക് എന്നെക്കുറിച്ചൊരു ഓർമ്മയുണ്ടെന്ന് മനസ്സിലായി. അപ്പൊ എന്താന്ന് വെച്ചാൽ അയാളെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായിട്ട് കടക്കാര്
കടക്കാരിക്കിന്റെ പുറകെ പാഞ്ഞു നടക്കുന്ന ഭർത്താവിന് എങ്ങനെയാ സെക്സ് തോന്നുന്നേ? അപ്പൊ എന്റെ സജഷൻ പറയുവാണെങ്കിൽ സ്ത്രീകളോട് പറയാനുള്ള ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, തീർച്ചയായിട്ടും യു മസ്റ്റ് ബി ഏബിൾ ടു സപ്പോർട്ട്. യു മസ്റ്റ് ബി ഏബിൾ ടു സപ്പോർട്ട്. സാമ്പത്തികമായിട്ട് ഇത് വീട്ടിൽ നിന്ന് കൊണ്ടുവരണമെന്നോ ഒന്നുമല്ല ഞാൻ പറഞ്ഞു വരുന്നത്. ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ, ഞാൻ ചോദിക്കട്ടെ, ഈ ഭർത്താവിന് ഒരു ആക്സിഡന്റ് പറ്റി വളരെ ഗുരുതരമായിട്ട് കിടക്കുവാണ്, ഇനി കാര്യമായിട്ട് വരുമാനമൊന്നും ഉണ്ടാക്കാൻ പറ്റുന്നില്ലെങ്കിലോ? അവിടെയും തീർച്ചയായിട്ടും ഈ ഭാര്യയ്ക്ക് സഹായിക്കാൻ പറ്റണം. അപ്പൊ അവിടെ ആ ഒരു മ്യൂച്വൽ സപ്പോർട്ട്, സാമ്പത്തികമായിട്ടുള്ള നമ്മുടെ നാട്ടില് ഈ ഭർത്താവിന്റെ ഒരു ക്ലെയിം ആയിട്ട് കല്യാണം കഴിക്കുമ്പോൾ ഇത്ര ലക്ഷം രൂപയിലെ കാറ്, സ്വർണം ഭർത്താവിന്റെ സ്വത്തായിട്ട് കൊടുക്കുക എന്നുള്ളതല്ല. അവിടെ ശരിക്കും പറഞ്ഞ ഒരു സ്ത്രീക്ക് ചെല്ലുന്ന വീട്ടിൽ ഓണർ കിട്ടാൻ വേണ്ടിയിട്ട് ഉണ്ടായി വന്നൊരു സമ്പ്രദായമാണിത്. അങ്ങനെ ഒരു സമ്പ്രദായം വന്നതാണ്. അപ്പൊ അവിടെ അതില്ല എന്നുണ്ടെങ്കിൽ ഇന്ന് നമുക്ക് ചെയ്യാൻ പറ്റിയെന്ന് വെച്ചാൽ ഇക്കണോമിക്കലി ഇൻഡിപെൻഡന്റ്, ഇക്കണോമിക്കലി അബ്സല്യൂട്ട്ലി ഒരു സ്ത്രീ സ്വന്തം കാലിൽ നിൽക്കാനായിട്ട് തുടങ്ങണം. അപ്പൊ ഇക്കണോമിക് സക്സസിന് വേണ്ടിയിട്ട് ഇക്കണോമിക് സക്സസ് കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ദാമ്പത്തിക സക്സസ് വരത്തുള്ളൂ. മൈൻഡുമായിട്ടുള്ള ഇന്റിമസി, ഇമോഷണൽ ഇന്റിമസി, ഇതൊക്കെ കൂടിയാണ്. പിന്നെ ഞാൻ അന്ന് പറഞ്ഞതുപോലുള്ള നമ്മുടെ ശാരീരികമായ ശുചിത്വം. പക്ഷെ ഇക്കണോമിക് സക്സസ് ഇല്ലാത്ത രീതിയിൽ നമ്മൾ എത്രയൊക്കെ ശുചിത്വം ചെയ്തുകൊണ്ട് നടന്നു, എത്രയൊക്കെ പ്രൊവോക്ക് ചെയ്യുന്ന ഡ്രസ് ഇട്ടുകൊണ്ട് നടന്നു, എത്രയൊക്കെ നമ്മൾ അങ്ങോട്ട് പോയി അടുക്കാൻ നോക്കി, സംസാരിക്കാൻ നോക്കി, വർക്കാവൂല. കാരണം അയാൾ മാനസികമായിട്ട് ഒരു കാര്യത്തിലും വിജയിക്കാതെ നിൽക്കുന്ന മനുഷ്യനാണ്. അപ്പൊ അവിടെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ എനിക്കിവിടെ പറയാനുള്ള ഫോർമുല, പിന്നെ ഈ പുരുഷൻ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ പുരുഷന്റെ സൈക്കോളജി, സ്ത്രീയുടെ സൈക്കോളജി ഞാൻ പറഞ്ഞില്ല. അതായത് ഒരു ടർബുലന്റ് സമയത്ത്, ഒരു പ്രശ്നമുള്ള സമയത്ത് അവർക്ക് എപ്പോഴും സപ്പോർട്ട് വേണം. അങ്ങനെ സപ്പോർട്ട് വേണം എന്ന് വിചാരിച്ചിരിക്കുന്ന ആ ഒരു അവസരത്തില് ഈ പുരുഷന് നേരെ തിരിച്ചാണ്. പുരുഷന് അവനൊരു വലിയ ആഗ്രഹമുണ്ട്. അവന്റെ ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവനൊരു നല്ല വീട് വെക്കണമെന്ന് അവന്റെ ആഗ്രഹം. വലിയൊരു വീട് വെക്കണം എന്നുള്ളതാണ് അവന്റെ ആഗ്രഹം. അതല്ലെങ്കിൽ അവൻ ആഗ്രഹിക്കുന്ന ഒരു നല്ല ബിസിനസ് സ്ഥാപനം, അവന് വലിയ അഭിമാനവും അംഗീകാരവും സ്വീകാര്യതയും റെക്കഗ്നേഷനൊക്കെ കിട്ടുന്ന ഒരു ബിസിനസ് സ്ഥാപനം ഉണ്ടാക്കണമെന്നാണ്. അല്ലെങ്കിൽ അവനൊരു വലിയ ജോലിയില, ഇല്ലെങ്കിൽ അവനൊരു കലാപരമായിട്ടുള്ളൊരു വിജയം വരിക്കണമെന്നുള്ളതാണ് അവൻ ആഗ്രഹിക്കുന്നത്. ഈ ഭാര്യയോട് പറഞ്ഞപ്പോൾ ഭാര്യ പറയാണ്, അതിവിടെ പറ്റത്തില്ല, അത് പറ്റത്തില്ല, നിങ്ങൾ ജോലി ചെയ്താൽ മതി, നിങ്ങൾ കച്ചവടം ചെയ്യണ്ട, നിങ്ങൾ കച്ചവടം ചെയ്യാൻ ഒക്കില്ല. അപ്പൊ ഇങ്ങനെ വരുമ്പോഴത്തേക്കും, അതല്ലെങ്കിൽ അവന്റെ ആർട്ടിസ്റ്റിക് ആയിട്ട് ഏതെങ്കിലും മേഖലയിൽ അവൻ വിജയിക്കണമെന്നാണ് ആഗ്രഹം. അവിടെ എന്താ വെച്ചാൽ റിലേഷൻഷിപ്പ് ശരിയാക്കണം. ഞാൻ പറയുന്നത് ശരിക്കും ശ്രദ്ധിക്കണം സഹോദരിമാര് കേട്ടോ. ആ ഭർത്താവുമായിട്ടുള്ള ആ റിലേഷൻഷിപ്പ് ശരിയാകണമെന്നുണ്ടെങ്കിൽ അയാള് വലുതായിട്ട് കാണുന്ന ആ സ്വപ്നത്തിന്റെ കൂട്ടുകാരിയായിരിക്കണം ഭാര്യ. നമുക്ക് ഭർത്താവ് പറയണം നമുക്കിത് വേണം, എനിക്ക് വലിയ ആഗ്രഹമാണ്, നടത്തണം, നമുക്ക് നടത്താന്നേ, ഉറപ്പായിട്ട് ഞാനും കൂടെ കൂടാ, നമുക്ക് നടത്താം. ഭർത്താവിന്റെ സ്വപ്നം നടക്കത്തില്ല എന്ന് ഭാര്യ പറയാൻ പാടില്ല. അവന്റെ സ്വപ്നമാണോ, അവന്റെ ആഗ്രഹമാണോ, ഭാര്യയുടെ കൂടി അതിനെ മോഡിഫൈ ചെയ്തിട്ട് നമുക്ക് നന്നായിട്ട് നടത്താം എന്ന് മാത്രമേ ഭാര്യ പറയാൻ പാടുള്ളൂ. അതല്ലാതെ അവനൊരു വലിയ സ്വപ്നം കൊണ്ടുവന്നു, അവനൊരു സ്വപ്നം കൊണ്ടുവന്ന് എനിക്ക് ഇലക്ഷൻ നിന്ന് ജയിക്കണമെന്ന് പറഞ്ഞു. ഭാര്യ പറഞ്ഞു ഇവിടുന്ന് അങ്ങനെ ഇലക്ഷൻ നിൽക്കാൻ പാടില്ല. ഇയാള് പറഞ്ഞു എനിക്കൊരു വലിയ ബിസിനസ് തുടങ്ങണമെന്ന് പറഞ്ഞു. ആള് പറഞ്ഞ ബിസിനസ് ഒന്നും വേണ്ട, ചെയ്യുന്ന ജോലി ചെയ്താൽ മതി, അത് ചെയ്തങ്ങ് വിജയിക്കാൻ നോക്ക്, ചുമ്മാ മനുഷ്യർ തലവേദന ഉണ്ടാക്കാനായിട്ട് ബിസിനസ് ഒന്നും വേണ്ട. കാരണം ഇവളുടെ അപ്പനോ ആങ്ങളെ ബിസിനസ് നടത്തി പൊളിഞ്ഞിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് ഭർത്താവിനെ കൊണ്ടൊരു ബിസിനസ് നടത്തിക്കാൻ അവർ ജീവൻ പോയാൽ സമ്മതിക്കത്തില്ല. അല്ലെങ്കിൽ ഭർത്താവ് പറഞ്ഞു എനിക്കൊരു ലാൻഡ് എടുത്ത് അവിടെ കുറച്ച് കെട്ടിടം കെട്ടി വിൽക്കണം. അതൊന്നും ശരിയാവില്ല, അതൊക്കെ ചുമ്മാ തട്ടിപ്പാണ്, പറ്റത്തില്ല, സ്വപ്നം പറ്റത്തില്ല. ഇല്ല, അയാൾ പറഞ്ഞു എനിക്കൊരു സിനിമ പിടിക്കണം, എനിക്ക് ഭയങ്കര ബോക്സ് ഓഫീസ് ഹിറ്റായിട്ടൊരു സിനിമ പിടിക്കണം. അപ്പൊ ഭാര്യ പറയുകയാണ് വേണ്ട വേണ്ട വേണ്ട, സിനിമയുടെ അതിനെക്കുറിച്ച് ഇവിടെ പറയാനേ പാടില്ല. അപ്പൊ ഇങ്ങനെ പറയുന്ന ഒരു സാഹചര്യത്തിൽ അവന്റെ സ്വപ്നം നടക്കൂല, അവന്റെ സ്വപ്നം ഒരു പുല്ലിനും കൊള്ളത്തില്ല എന്ന് പറയുമ്പം ആ സ്ത്രീയോട് അവൻ എങ്ങനെ സെക്സ് തോന്നുമെന്ന് പറ.
ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ ഭാര്യയാണ്, സെക്ഷലി അട്രാക്ഷൻ ഉണ്ട്, അവർ സുന്ദരിയാണ്. പക്ഷെങ്കിൽ ഈ സ്ത്രീ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മുഴുവൻ നിങ്ങളുടെ സ്വപ്നം നടക്കൂല എന്നാണ് എപ്പോഴും അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കായിട്ട് പ്രത്യേക വിലയോ അംഗീകാരമോ സ്വീകാര്യതയോ തരുന്നുമില്ല. നിങ്ങളെ ഒരു വായിക്ക് കൊള്ളത്തില്ലാത്തതാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവിടെ നമ്മൾ എന്നിട്ട് ഈ പറഞ്ഞ 4 മണിക്കൂർ സെക്സ് വേണമെന്ന് പറഞ്ഞ് ഞാൻ വിട്ടാൽ മതിയോ? അപ്പോൾ വേറെ കുറെ കാര്യങ്ങൾ ഇതിനകത്ത് ശരിയാനുണ്ട്. സ്ത്രീ അവിടെ ഇക്കണോമിക് സപ്പോർട്ട് ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ അവന്റെ സ്വപ്നം നടക്കുമ്പോൾ പൊളിയട്ടെന്നേ. അയാൾ സിനിമ ഉണ്ടാക്കി അയാൾ പൊളിയട്ടെ, അയാൾ ബിസിനസ് ചെയ്ത് പൊളിയട്ടെ. 1, 2, 3 പ്രാവശ്യം പൊളിഞ്ഞു കഴിഞ്ഞാൽ അയാൾ ചിലപ്പോൾ വിജയിക്കും. ലോകത്തിൽ തോറ്റിട്ടുള്ള ഒരുപാട് പ്രാവശ്യം തോറ്റിട്ടുള്ളവർ തന്നെയാണ് വിജയിച്ചിട്ടുള്ളത്. തോറ്റിട്ടുള്ളവർ തന്നെയാണ് വിജയിച്ചിട്ടുള്ളത്. അപ്പൊ ഒബ്ജക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ തോക്കും എന്നുള്ളതാണ്. അപ്പൊ അത് നമുക്കൊരു വലിയൊരു ഒരു ഇതാണ് നമുക്കപ്പൊ. അങ്ങനെ വരുമ്പം സാമ്പത്തികമായിട്ട് തകർന്നു നിൽക്കുക, ആത്മാഭിമാനം നഷ്ടപ്പെട്ട് നിൽക്കുക, ഇങ്ങനെയൊക്കെയുള്ള പുരുഷന് അവന് സെക്സ് വരത്തില്ല. നമ്മളിപ്പോ ഭാര്യ എത്രയൊക്കെ കുളിച്ച് പൂവും ചൂടി ഇരുന്നാലൊന്നും അവന് സെക്സ് വരത്തില്ല. അപ്പൊ റിലേഷൻഷിപ്പ് ശരിയാകണമെന്നുണ്ടെങ്കിൽ കുറെ പ്രീ കണ്ടീഷൻസ് ഉണ്ട്. ആ പ്രീ കണ്ടീഷൻസിനകത്ത് നമ്മൾ പറഞ്ഞത് സാമ്പത്തികമായിട്ടുള്ള ഇത്, അല്ലെങ്കിൽ ഇന്റലക്ച്വൽ ആയിട്ടുള്ളത്, അതല്ലെങ്കിൽ ഇമോഷണൽ ആയിട്ടുള്ളത്. അപ്പൊ ഈ കാര്യങ്ങൾ, ഇല്ലെങ്കിൽ മെന്റൽ ആയിട്ടുള്ളത്, ഈ സംഭവങ്ങളെല്ലാം വരണം. പിന്നെ അത് കൂടാതെ ഈ ഒരു പക്ഷേ ഭർത്താവ് സെക്സിൽ ഇൻട്രസ്റ്റ് കാണിക്കാത്തത് പോട്ടെ, ഭാര്യ ഇൻട്രസ്റ്റ് കാണിക്കാത്തത്, ഭാര്യ ഇൻട്രസ്റ്റ് കാണിക്കാത്ത ഈ സ്ത്രീക്ക് ചിലപ്പം ഡിപ്രഷൻ കാണും. മൈൽഡ് ഡിപ്രഷൻ ആയിരിക്കാം, ചിലപ്പോൾ സ്ട്രോങ് ഡിപ്രഷൻ ആകാം, ഭയങ്കരമായ സ്ട്രോങ് ഡിപ്രഷൻ ആയിരിക്കും. എന്ത് ചെയ്യും? നമ്മളെ സ്ത്രീകളോട് പറയും, പ്രത്യേകിച്ച് പുരുഷന്മാരോട് ഞാൻ പറയുവാണ്, നമ്മൾ സ്ത്രീകളോട് പറയുമ്പോഴേ അവിടെ എക്സ്പ്ലിസിറ്റ്ലി ഡിപ്രഷൻ ഇല്ല എന്നും പറഞ്ഞിട്ട് നമ്മൾ എന്തും പറയാൻ ലൈസൻസ് എടുക്കരുത്. ഞാനൊരു എക്സാമ്പിൾ പറയാം. എനിക്കൊരു വളരെ മിടുക്കനായ ഒരു എഞ്ചിനീയർ ഒരു 12 വർഷം മുമ്പ് എൻ്റെ എംപ്ലോയി ആയിട്ടുണ്ടായിരുന്നു. 3-4 വർഷം എൻ്റെ കൂടെ നിന്നു. വളരെ മിടുക്കനായ സമർത്ഥനായ ഒരു എഞ്ചിനീയർ ആയിരുന്നു. ഇയാള് എബ്രോഡൊക്കെ പോയി ജോലിയിലൊക്കെ ഇരുന്നിട്ട് വന്നാണ്. ഇയാൾക്ക് കുഞ്ഞുങ്ങളില്ല. ഇയാൾ കുഞ്ഞുങ്ങളില്ലാത്ത റീസൺ പറഞ്ഞ് തന്നെ അതുകൊണ്ട് എനിക്ക് വേറെ പെണ്ണ് വേണമെന്ന് പറഞ്ഞ് അയാൾ ആ ഭാര്യയെ ഡിവോഴ്സ് ചെയ്തു. അങ്ങനെ ഡിവോഴ്സ് ചെയ്ത്, കാരണം കുഞ്ഞുങ്ങളില്ല, എനിക്കൊരു കുഞ്ഞിനെ വേണം എന്നും പറഞ്ഞ് തന്നെ ഡിവോഴ്സ് ചെയ്തു. ഡിവോഴ്സ് ചെയ്തിട്ട് ഇയാള് ഒരു ഓർഫനേജിൽ പോയി ഒരു പൈസ പോലും വാങ്ങിക്കാതെ, ഇല്ല ഒരു പൈസ ട്രാൻസാക്ഷൻ ഇല്ലാതെ, ഡ്രസ്സുകൾ പോലും അങ്ങോട്ട് കൊണ്ട കൊടുത്ത് ആഭരണമൊക്കെ ഇട്ട്, ഇയാള് കാണാൻ തെറ്റില്ലാത്ത ഏറെക്കുറെ സുന്ദരി എന്ന് പറയാം, ഇടത്തരം ഒരു സുന്ദരിയായിട്ടുള്ള ഒരു പെൺകുട്ടീനെ ഇയാൾ കല്യാണം കഴിച്ചു. മറ്റേ സ്ത്രീയായിട്ട് ഡിവോഴ്സായി. അത് ഇയാളെ കഴിഞ്ഞ് കുറച്ചുകൂടെ ചെറുപ്പമാണ്, 10-12 വയസ്സിന് ചെറുപ്പമാണ് ഈ പറഞ്ഞ. പക്ഷെ ഓർഫനേജിൽ നിന്ന് കല്യാണം കഴിച്ചതാണ്. അപ്പൊ ഈ കല്യാണത്തിന് ഇയാളും ഇയാളുടെ കുറച്ച് സുഹൃത്തുക്കളും ഒക്കെ മാത്രമേ പോയിരുന്നുള്ളൂ. അപ്പൊ എൻ്റെ അടുത്ത് വിവരങ്ങളൊക്കെ പറഞ്ഞിരുന്നു. ഈ കല്യാണമൊക്കെ കഴിച്ച് ഈ കൊണ്ടുവന്ന് 3 മാസം കഴിഞ്ഞപ്പോൾ തന്നെ ഈ പെൺകുട്ടി പ്രഗ്നന്റ് ആയി. ഇയാൾക്ക് ഭയങ്കര സന്തോഷമായി. അപ്പൊ ഇയാൾ സന്തോഷമായെന്ന് പറഞ്ഞാൽ അങ്ങ് ഭയങ്കര സന്തോഷമായി. കാരണം ഒരു കുഞ്ഞിനെ കാണാനായിട്ട് ആഗ്രഹിച്ചിരുന്നു. അപ്പൊ ഇയാള് പല കമ്പനിയുടെ ഡിസ്ട്രിബ്യൂഷനൊക്കെ ഏറ്റെടുത്തു. ഡിസ്ട്രിബ്യൂഷനൊക്കെ ഏറ്റെടുത്ത് ഇങ്ങേരുടെ ബിസിനസ് അങ്ങ് പെട്ടെന്ന് തഴച്ചു വളർന്നു. അപ്പൊ ഇത് സ്റ്റോക്ക് ചെയ്യാനായിട്ട് 2-3 കാമ്പസ് ഒക്കെ ഇയാള് ലീസിനെടുത്തു. അപ്പൊ നല്ല രീതിയിൽ ബിസിനസ് ഫ്ലറിഷ് ചെയ്തു. അപ്പൊ ഇയാൾക്ക് വേണ്ടിയിട്ട്, ഇയാളുടെ ഡിസ്ട്രിബ്യൂഷന് വേണ്ടിയിട്ട് 10-12 വണ്ടികളെങ്കിലും കിടന്ന് ഓടുന്നുണ്ട്. അപ്പൊ ഈ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് തന്നെ എൻ്റെ എംപ്ലോയ്മെന്റിൽ നിന്ന് മാറി, നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് മാറി. അങ്ങനെ ഈ കുട്ടിക്ക് ഏതാണ്ട് 1 വയസ്സ് അടുപ്പിച്ചായി. അപ്പൊ ഈ കുട്ടിക്ക് 1 വയസ്സായ സമയത്ത്
ഇയാൾക്ക് ഭയങ്കര ദേഷ്യം, മൂക്കിൻ്റെ തൊണ്ട് ദേഷ്യം വരുന്നതാണ്. ഹീസ് ഓൾറെഡി സക്സസ്ഫുൾ, ഭയങ്കര ഷാർപ്പൊക്കെയാണ്. അപ്പോൾ എന്തോ കാര്യത്തിന് ഈ പെണ്ണ് പറഞ്ഞ എന്തോ ഇവൻ ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ ഇവൻ ദേഷ്യപ്പെട്ടു. അപ്പൊ ഈ കൊച്ചു കട്ടിലേക്ക് കിടക്കുകയാണ്. അപ്പൊ ഇയാൾ പുറത്തോട്ട് പോകാനായിട്ട് താക്കോൽ എടുത്തോണ്ട് നിന്നിട്ടാണ്. അപ്പൊ ഇയാൾ പറഞ്ഞു, നീ വലിയ കളിക്കരുത്, നീ വലിയ ആളാകരുത്, നിന്നെ ഞാൻ എവിടെന്നാ ഇങ്ങോട്ട് കൊണ്ടുവന്നെന്ന് അറിയാവോ? നിന്റെ ബേസ് എവിടെ, നിന്നെ എവിടെന്നാ ഞാൻ ഇങ്ങോട്ട് പിടിച്ചോണ്ടെന്ന് നിനക്ക് അറിയാമല്ലോ, അത് നിനക്ക് ഓർമ്മ വേണം എന്ന് പറഞ്ഞിട്ട് ഇവൻ വണ്ടിയുടെ താക്കോലും എടുത്തോണ്ട് വണ്ടി എടുത്തോണ്ട് ഇവൻ പുറത്തു പോയി. സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവൻ പോയി കഴിഞ്ഞപ്പം ആ കുട്ടീനെ ബെഡിൽ കിടത്തിയിട്ട്, തുണിയൊക്കെ വിരിച്ച് ഭംഗിയായിട്ട് ആ ബെഡിൽ കിടത്തിയിട്ട്, ആ ബെഡിൽ തന്നെ ബെഡിൽ കയറി നിന്നുകൊണ്ട് ഫാനിൻ്റെ മുകളിൽ കുരുക്കി ചാടി. ഇവൻ തിരിച്ചു വരുമ്പോൾ കൊച്ച് ബെഡിൽ കിടന്ന് കരയുന്നുണ്ട്, അമ്മ മുകളിൽ ഫാനിൽ തൂങ്ങി നിൽക്കുന്നുണ്ട്. ഒരു വാക്ക് പറഞ്ഞിട്ട് പോയതാണ്. ജസ്റ്റ് യു ക്യാൻ ഇമാജിൻ. അപ്പൊ സ്ത്രീകള്, അതായത് അവരുടെ ഏറ്റവും വീക്ക്നെസ്സിലാണ് അയാൾ തട്ടിയത്, ആ സ്വിച്ചിലാണ് തട്ടിയത്. ഇതിനെ ഞാൻ എവിടുന്നാ കൊണ്ടുപോയെന്ന് നിനക്ക് ഓർമ്മയുണ്ടല്ലോ, ഒറ്റ വാക്കേ പറഞ്ഞുള്ളൂ. പിന്നെ അവിടെ കൊണ്ട് കഥ തീരുമല്ല. നല്ലപോലെ ബിസിനസ്സിൽ ഫ്ലറിഷ് ചെയ്ത ഒരു മനുഷ്യനാണ്. ഒരു 3 വർഷം ഞാൻ കഴിയുമ്പോൾ ഇയാൾ എൻ്റെ അടുത്ത് ചോദിച്ചു, സാറിൻ്റെ അടുത്ത് ഇനി അവസരം ഉണ്ടോ എന്ന് ചോദിച്ചു. കാരണം എന്തെന്ന് പറഞ്ഞാൽ ഇയാളുടെ സ്വത്തുക്കളെല്ലാം പോയി, കയറി വന്ന ബിസിനസ് മുഴുവനും പോയി. അപ്പൊ അത് കാണിക്കുന്നത് എന്താണ്? ജീവിതത്തിൽ സക്സസ്ഫുൾ ആകണമെങ്കിൽ നമ്മൾ ഇമോഷണലി സ്റ്റേബിൾ ആകണം. ഇമോഷണലി സ്റ്റേബിൾ ആകുമ്പോഴത്തേക്ക് നമ്മൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഞാൻ എനിക്ക് നമ്മുടെ സമയക്കുറവ് കൊണ്ടാണ് ഞാൻ പറയാത്തത്. ഇത് കൂടെ ഒരുപാട് സംഭവങ്ങൾ പറയാനുണ്ട്. അപ്പൊ അതിനകത്ത് ഞാൻ പറഞ്ഞൊരു കാര്യമാണ്, സ്ത്രീ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. സ്ത്രീ മസ്റ്റായിട്ട് ശ്രദ്ധിക്കണം. അപ്പൊ പുരുഷന് ഇതുപോലെ വാക്കുകൾ വിട്ടു പറയാതിരിക്കണം. ചിലപ്പോൾ നമ്മൾ അറിയാതെ ഹിഡൻ ആയിട്ടുള്ള ചില ഡിപ്രഷൻസ് ചിലപ്പോൾ ഉണ്ടാകാം. പലപ്പോഴും സ്ത്രീക്ക് റിലേഷൻഷിപ്പ് വരാതിരിക്കുന്നത് ഇവളുടെ ഈ ഡിപ്രഷൻ ഉള്ളതുകൊണ്ടായിരിക്കാം. പിന്നെ ഈ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ചെറിയ കാര്യങ്ങളൊക്കെ ആയിരിക്കാം. അവളുടെ സൈനസ് ചിലപ്പം, ഇത് പുരുഷനും വരാം, സൈനസ് ചിലപ്പം പൊള്യൂട്ടഡ് ആയി കഴിഞ്ഞ് ചിലപ്പം സ്മെല്ല് വളരെ മോശമാവും. ഇല്ലെങ്കിൽ വായിൽ ബാക്ടീരിയ ഗ്രോത്ത് ഭയങ്കര ക്വിക്കായി കഴിഞ്ഞാൽ ബാഡ് സ്മെല്ല് വരും. അപ്പൊ എപ്പോഴും അതിൻ്റെ പേരിൽ അപ്പൊ ഈ നമുക്ക് വേണ്ട വിധത്തിൽ വളരെ നിസ്സാരമാണ്. നിങ്ങൾ യൂട്യൂബിനകത്ത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ വായിലെ ബാഡ് ബ്രീത്ത് മാറ്റാനായിട്ടുള്ള കുറെ മെത്തേഡ് കിട്ടും. ആ മെത്തേഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചിലതൊക്കെ ശരിയാകും, ചിലതൊക്കെ ശരിയാവില്ല. പക്ഷെ നമുക്ക് ഈ പറഞ്ഞ പെട്ടെന്ന് വായിൽ ബാക്ടീരിയ വരുന്നതാണെങ്കിലോ, പല്ലിൻ്റെ ഇടയ്ക്ക് ആഹാരം കയറിയിരിക്കുന്നതാണെങ്കിലോ, ഈ മൂക്കിലൂടെ സൈനസിൽ കൂടെ ഇത് വരുന്നതുകൊണ്ടാണല്ലോ, ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് ക്യൂർ ചെയ്യാവുന്നേ ഉള്ളൂ. പക്ഷെ ഇത് നമ്മൾ വെച്ചോണ്ടിരിക്കുന്നത് കൊണ്ട് നല്ലൊരു റിലേഷൻഷിപ്പ്, ഭാര്യയും ഭർത്താവുമായിട്ട് നല്ല റിലേഷൻഷിപ്പ് നടക്കൂല. പിന്നെ എൻ്റെ സ്റ്റുഡൻസ് ആയിട്ട് വന്നിട്ടുള്ളവരിൽ നിന്നുള്ള അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത്. പിന്നെയുള്ള അനുഭവം, ഭാര്യയ്ക്ക് പലപ്പോഴും ഗുഡ് ഹെൽത്ത് ആയിരിക്കത്തില്ല. എപ്പോൾ ചോദിച്ചാലും നടുവേദന, മുട്ടിന് വേദന, വയറിന് വേദന, തലവേദന, ശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗത്തുള്ള, അത് പലപ്പോഴും ഈ സൈക്കോസൊമാറ്റിക് ഡിസീസസിന്റെ പേരിൽ നമുക്കിങ്ങനെ ഇല്ലാത്ത അസുഖങ്ങൾ ഇങ്ങനെ ശരീരത്തിൽ ഓരോ സ്ഥലത്തും മാനിഫെസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോഴും ഇവളോട്, കാരണം എപ്പോൾ നോക്കിയാലും ഇവർക്ക് അസുഖമാണ്. അപ്പൊ ദേഹത്തെ എവിടെയെങ്കിലും പിടിക്കാൻ പറ്റത്തില്ല. ദേഹത്തെ എവിടെ പിടിച്ചു കഴിഞ്ഞാൽ ഇവള് രോഗിയാണ്, അവർ 5-6 പ്രാവശ്യം രോഗിയാന്ന് പറയുന്നതോടുകൂടി ഇവനൊരു പ്രീ കൺസീവ്ഡ് നോഷൻ വന്ന് വീഴും. അവള് രോഗിയാണ്, അവളുടെ അടുത്തേക്ക് പോകാൻ പറ്റത്തില്ല. രോഗിയായതുകൊണ്ട് എനിക്ക് രോഗം വരും എന്നുള്ളത് കൊണ്ടും, അവളെ ഹർട്ട് ചെയ്യണ്ട എന്നുള്ളത് കൊണ്ടും, പലതുകൊണ്ടും. അപ്പോ നിങ്ങൾക്ക് രോഗമുണ്ടെങ്കിൽ അത് വന്ന് ഭർത്താവ് നോക്കി അങ്ങേര് പരിഹരിച്ചോണം, അങ്ങനല്ല. ആ ബന്ധം നിലനിർത്തണമെന്നുണ്ടെങ്കിൽ അദ്ദേഹമായിട്ട് സംസാരിച്ച് അപ്രോപ്രിയേറ്റ് ഡോക്ടർ, ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം എന്താണെന്നറിയോ? ഏത് സ്പെഷ്യലിസ്റ്റ് ഡോക്ടറിനെയും കിട്ടും. 500 രൂപ നമ്മൾ ഗൂഗിൾ പേയിലൂടെ കൊടുത്ത് നമുക്ക് ഏതെങ്കിലും സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ പ്രശസ്തനായ ഡോക്ടറെ നമുക്ക്, ഈ കോവിഡ് സമയത്തിന്റെ അനുഗ്രഹം അങ്ങോട്ട് വരാനായിട്ട് ഡോക്ടറോട് പറയത്തുമില്ല. ഇന്ന പ്രോബ്ലം ഉണ്ടെന്ന് പറഞ്ഞാൽ വെറും 500 രൂപയ്ക്ക് പരിഹാരം കിട്ടും. വിശദമായിട്ടുള്ള പരീക്ഷണത്തിനൊക്കെ പോകുന്നത് വളരെ അപൂർവം കേസ് മാത്രമേ ഉള്ളൂ. കേരളത്തിൽ മാത്രമുള്ള ഒരു സൗകര്യമാണിത്.
മറ്റു രാജ്യങ്ങളിലെങ്ങാനും ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇത് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. ഈവൻ ഈ മുംബൈയിൽ പോലും ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്നതിന് 5,000 rupees ഒക്കെ കൺസൾട്ടിങ് ഫീസ് ഉള്ള ഡോക്ടർമാരുണ്ട്. പക്ഷെ കേരളത്തിൽ നമുക്ക് എത്ര വലിയ ഡോക്ടറെയോ 500 രൂപയ്ക്ക് നമുക്ക് കൺസൾട്ടിങ് കിട്ടും. അപ്പൊ അവിടെ നമുക്ക് എന്തെങ്കിലും വൈഫിന്റെ അസുഖമുണ്ട്, രോഗമുണ്ട്, മോണപഴുപ്പുണ്ട്, ത്രോട്ടിൽ പ്രശ്നമുണ്ട്, മൂക്കിനകത്ത് പ്രശ്നമുണ്ട്, ചെവിക്കകത്ത് പ്രശ്നമുണ്ട്, മുട്ടിന് വേദനയുണ്ട്, വയറിന് വേദനയുണ്ട്, ഇതൊക്കെ നമ്മൾ തന്നെ ഇൻട്രസ്റ്റ് എടുത്തിട്ട് ഭർത്താവ് പോയി ഈ സ്ത്രീ എന്ത് ചെയ്യുന്ന വെച്ചാല് ഇവൻ കെയർ എടുക്കട്ടെ, ഇവൻ താല്പര്യം എടുക്കട്ടെ, അവൻ വിളിച്ചുകൊണ്ട് പോട്ടെ എന്നും പറഞ്ഞ് കാത്തിരിക്കും. അങ്ങനെയല്ല വേണ്ടത്. നമുക്കൊരു പ്രശ്നം ഉണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് അത് പരിഹരിക്കണം. കൗടില്യൻ പറയാറുണ്ട്, സാധാരണഗതിയിൽ വീടിന് തീ പിടിക്കുക, കടം കയറുക, രോഗം വരിക, ശത്രു ഉണ്ടാകുക, ഈ 4 സാധനവും പെട്ടെന്ന് പരിഹരിച്ചോണം. റിപ്പീറ്റ് ചെയ്യുന്നത് എന്തൊക്കെയാണ്? വീടിന് കടം കയറുക, ശത്രു ഉണ്ടാകുക, തീ പിടിക്കുക, രോഗം വരിക. ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മളിത് അതുകൊണ്ട് ഇത് പുരുഷൻ ശരിയാക്കിക്കോട്ടെ. അതുകൊണ്ട് നമുക്ക് നല്ല ഇതുണ്ടാവുക. ഞാൻ കഴിഞ്ഞ ദിവസത്തെ കഴിഞ്ഞ് കുറച്ചുകൂടെ ഇത് ചെയ്തിട്ട് പറയുകയാണ്. ബാഡ് ബ്രീത്ത്. പിന്നെ നമുക്കുണ്ടാകുന്നത് ഈ ഒരു സമയം വരുമ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും ഭർത്താവിന്റെ ഹെൽത്ത്, ഭാര്യയുടെ ഹെൽത്ത്, രണ്ടുപേരും യു ഹാവ് ടു കീപ് ഇൻ ഗുഡ് ഹെൽത്ത്, സഫിഷ്യന്റ് ഇതൊക്കെ ചെയ്തിട്ട്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാല് ചില സ്ത്രീകള്, പുരുഷന്മാര് മോശമൊന്നുമല്ല, സ്ത്രീകളെ സംബന്ധിച്ച് ആദ്യം പറയാം, അവരുടെ വീട്ടിൽ അവര് ഡ്രസ്സ് ധരിക്കുന്നത് കണ്ടാല് അവർ ഈ ഹൗസ് കോട്ട് എന്ന് പറഞ്ഞ സംഭവം അത് ഉപയോഗിച്ച് വീട്ടിനകത്ത് അടുക്കളയ്ക്കകത്ത് ചൂടുമെല്ലാം അടിച്ച് പുകയൊക്കെ അടിച്ച് ഇത് ഒരുപാട് ഉപയോഗിച്ച് ഇത് വെള്ളത്തിലിട്ട ഒരു വിധത്തിൽ നനയത്തുമില്ല, തീയിലിട്ടാവട്ടെ കത്തത്തുമില്ലാത്ത ഈ സ്റ്റേജിലുള്ള സാധനമാണ്. ഇവര് ഈ സംഭവമായിട്ട് നമ്മുടെ അടുത്തോട്ട് വരുമ്പോൾ എങ്ങനെയാണ് അവരോട് നമുക്ക് സെക്സ് ഉണ്ടാകുക എന്ന് പറയുന്നത്? സെക്സ് അതുപോലെ തന്നെ പുരുഷൻ ബീഡിയോ സിഗരറ്റൊക്കെ വലിച്ച്, ഇല്ലെങ്കിൽ മുറുക്കാനൊക്കെ ഇട്ട് ചവച്ച്, മൂക്കിപ്പൊടിയൊക്കെ വലിച്ച്, ഈ ദിശയിലൊക്കെ എടുത്തിട്ട് ഇവൻ സെക്സിന് വേണ്ടി അടുത്ത് വരുമ്പം ഭാര്യയ്ക്ക് തോന്നുന്നത് മുനിസിപ്പാലിറ്റി ടോയ്ലറ്റിനെ കുറിച്ചാണ് മനസ്സിൽ ഓർമ്മ വരുന്നത്. ഹൗ ദേ ക്യാൻ ഹാവ് എ ഗുഡ് സെക്സ്. അവിടെ ഈ ഭർത്താവിന്റെ ഭാഗത്തുനിന്നും ഭാര്യയുടെ ഭാഗത്തുനിന്നും നമ്മൾ അബ്സല്യൂട്ടായിട്ട് ശുചിത്വം പാലിക്കുക. ഈ ഒരു കാര്യം വളരെ അത്യാവശ്യമാണ്. സോ കെയർ മാത്രം എടുത്താൽ പോരാ, ഇക്കണോമിക് സക്സസ് മാത്രമല്ല. പിന്നെ ചില സ്ത്രീകളോട് ഇപ്പോഴത്തെ പഴയ കാലത്തെ പോലുള്ള കുറച്ചുകൂടെ സ്ത്രീകൾ സെക്സിൽ കുറച്ചുകൂടെ ഇൻഡിപെൻഡന്റ് ആണ്. സ്ത്രീകള് കുറച്ചും കൂടി സ്ത്രീകൾ എന്ന് ഇൻഡിപെൻഡന്റ് ആണ് എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് ഒരു മീറ്റിങ്ങിനകത്തൊക്കെ ആണെങ്കിൽ അവർ അതിനെക്കുറിച്ച് അഭിപ്രായം പറയുന്ന ഒരു കാലഘട്ടമാണ്. ഞാൻ പറയുകയാണെങ്കിൽ ഈ 5 വർഷം മുമ്പ് ഈ ക്ലാസ് നടത്തിയാലും കൂടെ ഈ സെക്സ് ആൻഡ് സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞ് ക്ലാസ് നടത്തിയ ഒറ്റ സ്ത്രീ ചിലപ്പോൾ പങ്കെടുക്കൂല. ഇതൊരു പക്ഷെ ഞാൻ ആയതുകൊണ്ടായിരിക്കും കുറച്ചു പേരെങ്കിലും സ്ത്രീകൾ ഇതിനകത്ത് പങ്കെടുക്കുന്നത്. എന്താണത്? ശരിക്കും പറഞ്ഞാൽ ഇതിനെക്കുറിച്ചുള്ള ഒരു അറിവ് സ്വീകരിക്കാനോ ഒന്നും പണ്ട് ശരിയാകൂലായിരുന്നു. ഇപ്പൊ അങ്ങനെയല്ല. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം സെക്സിനെ കുറിച്ച് അവർക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് ഒപ്പീനിയൻ ഉണ്ട്. ഒരു ബന്ധം ശരിയല്ല ഉള്ളത് തുറന്നു പറയുന്ന ഭാര്യമാരിപ്പോ അനേകരാണ്. അതുപോലെ തന്നെ സ്ത്രീക്ക് മറ്റൊരാളോട് അനുരാഗം വരിക, ഇതും ഉണ്ടാകും. ഇനി വേറെ ബന്ധമൊന്നും അല്ലെങ്കിലും അനുരാഗം വരിക, ഇൻഫാച്വേഷൻ വരിക, അതും സ്വാഭാവികമാണ്. പിന്നെ അതുപോലെ തന്നെ ഈ സ്വഭാവത്തിൽ ഡിസോർഡർ ഉള്ള സ്ത്രീകൾക്കാണോ പുരുഷന്മാർക്കാണോ മെന്റൽ ഡിസോർഡർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകൾക്കാണ് കൂടുതൽ മെന്റൽ ഡിസോർഡർ. വലിയ പ്രശ്നമൊന്നുമല്ല, ചെറിയ പ്രശ്നമായിരിക്കും, എന്നാലും മൈൻഡിന്റെ ഒരു ഡിസോർഡർ. നമ്മുടെ ഒരു സ്റ്റുഡന്റ് പറഞ്ഞൊരു കാര്യമുണ്ട്. ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള സ്റ്റുഡന്റ് ആണ്. അയാളുടെ ഭാര്യ കല്യാണം കഴിഞ്ഞ് വന്ന അന്ന് മുതൽ തുടങ്ങിയതാണ്
എവിടെ പോയാലും ഇയാൾ മുന്നേ നടന്നോണം, ഭാര്യ പുറകിലേ വരുള്ളൂ. ഓക്കെ. പക്ഷെ ഇയാൾ പുറകോട്ട് തിരിഞ്ഞു നോക്കാൻ പാടില്ല, ഒരു 5 അടി അകലമെങ്കിലും പാലിക്കണം. അപ്പൊ ഇവരൊരുപാട് എന്താണ്, ഇയാൾക്ക് ഒരുപാട് നിഷ്കർഷ കൊടുത്ത് ഭയങ്കര നിർബന്ധമായി, അപ്പൊ ഭയങ്കര കടുംപിടുത്തം. അപ്പൊ ചില ദിവസം ഇയാളെ അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ 2-3 മണിക്കൂർ ബാത്റൂമിനകത്ത് കയറി ചുമ്മാ കുളിച്ചുകൊണ്ടിരുന്നോളെ. ഇയാൾ പുറത്തുപോയി ആഹാരം വാങ്ങിച്ചുകൊണ്ട് വരുവാണെങ്കിൽ ആഹാരം തണുത്ത് കഴിഞ്ഞാൽ അവർ ബാത്റൂമിൽ നിന്ന് ഇറങ്ങത്തില്ല, ബാത്റൂമിൽ കയറി കുളിച്ചുകൊണ്ടിരിക്കും. ആക്ച്വലി ഇവരുടെ പ്രശ്നം, ഈ സ്ത്രീയുടെ പ്രശ്നം ഒരു ബോർഡർ ലൈൻ ഡിസോർഡർ എന്ന് പറയുന്ന ഒരു ചെറിയ സൈക്കോളജിക്കൽ പ്രോബ്ലം. അതിന് ശരിക്കും പറഞ്ഞാൽ ഒരു കുഞ്ഞ് 2 ഗുളിക വെച്ചിട്ട് ഒരു 6 മാസമൊക്കെ കഴിച്ചാൽ മതി. വളരെ കുഞ്ഞാണ്, അതിന് സൈഡ് എഫക്റ്റ് ഒന്നും ഉണ്ടാകാനേ ഇല്ല. പക്ഷേ അവരുടെ ആ ഡിസോർഡർ, കാരണം ബ്രെയിനിൽ വരുന്ന കെമിസ്ട്രിയുടെ വ്യത്യാസമാണ്. പക്ഷെ എന്താ, ആ സ്ത്രീയുടെ വീട്ടുകാര് അത് അംഗീകരിക്കാൻ തയ്യാറായില്ല, അവരുടെ സ്വന്തക്കാരും അംഗീകരിക്കാൻ തയ്യാറായില്ല. ഫൈനലി അയാൾ മടുത്തു. ഓരോ പ്രാവശ്യവും ഇവരിങ്ങനെ പെരുമാറി ഫൈനലി അയാൾ ഡിവോഴ്സ് ചെയ്തു. ഒരു നിവൃത്തിയില്ലാതെ എല്ലാ കഴിവുകളും നോക്കിയിട്ട് ലാസ്റ്റ് അയാൾ, അപ്പൊ എൻ്റെ അടുത്ത് പുള്ളി പറഞ്ഞു, ഒരു വിധത്തിലും ചികിത്സയ്ക്കും വരില്ല, ഞാനൊരു ആറ്റം ബോംബുമായിട്ട് ജീവിക്കുന്ന പോലെയാണ് എൻ്റെ കുടുംബത്തിൽ ജീവിക്കുന്നത്, ഒരു രക്ഷയില്ല. ഫൈനലി അവസാനം ഇത് വന്നു. ഈ സ്ത്രീയുടെ ചില എക്സ്ട്രീം സ്റ്റാൻഡ്, പുരുഷന്മാർക്ക് എക്സ്ട്രീം സ്റ്റാൻഡ് ഉള്ളതുണ്ട്. ഞാൻ ഇടപെട്ട ഒരു സംഭവത്തില് ഒരു സെൻട്രൽ ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണ്, ഒരു വിധം ഇടത്തരം ഉയരത്തിലുള്ള ഉദ്യോഗസ്ഥനാണ്, സ്ഥാനമാനങ്ങളുള്ള ഉദ്യോഗസ്ഥനാണ്. അപ്പോൾ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട കുറെ കാര്യത്തിന് കുലങ്കഷമായ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഇയാള് അതെല്ലാം കഴിഞ്ഞ് രാത്രി 10:30-ക്കാണ് വീട്ടിൽ വന്നത്. 10:30-ക്ക് വന്നിട്ട് ഈ ഭാര്യ കഥ തുറക്കൂല. ഇയാൾ 1.5 മണിക്കൂർ വീടിന് ചുറ്റും നടന്നിട്ട് എങ്ങും ഈ സ്ത്രീ കഥ തുറക്കൂല. ബെല്ലടിച്ചിട്ട് പ്രതികരണവും ഇല്ല. ഇയാൾ അവസാനം കഥക് ചവിട്ടി പൊളിക്കാനായിട്ട് 3-4 പ്രാവശ്യം ചവിട്ടിയപ്പോഴത്തേക്കും ഇവർ വന്ന് പെട്ടെന്ന് കഥക് തുറന്നു. കഥക് തുറന്നപ്പോഴത്തേക്ക് ഇയാൾക്ക് കോപം സഹിക്കാൻ പറ്റിയില്ല. നീ എന്താ ഇത്രയും ഞാൻ വിളിച്ചിട്ട് വിളി കേൾക്കാനെന്ന് ചോദിച്ചു ഇയാള് ഈ കഴുത്തിന്റെ ഇവിടെ പിടിച്ച് പുറത്തോട്ട് തള്ളു വെച്ചു കൊടുത്തു. അപ്പൊ ഇവരൊന്ന് വെച്ചു പോയി, വീണില്ല. ഇയാൾക്ക് ദേഷ്യം സഹിക്കാൻ വയ്യാതായിപ്പോയി. ഈ ഭാര്യ എന്ത് ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നേരെ അടുത്ത പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിട്ട് പറഞ്ഞു, ഇവര് ഉദ്യോഗസ്ഥയാണ്, ഗവൺമെന്റ് ഉദ്യോഗസ്ഥയാണ്, പോലീസിനെ അയക്കണമെന്ന് പറഞ്ഞു. രാത്രി പോലീസ് വന്നു. പോലീസ് വന്നപ്പോൾ ഇയാളെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. അതിലൊക്കത്തെ വീടുകാരൊക്കെ തുറന്നു നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്, കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. അങ്ങനെ കർശനമായി പോലീസിന്റെ അടുത്ത് അവർ ഇത് ചെയ്തു. അപ്പൊ ഇയാൾ നേരെ വിളിക്കാൻ നോക്കിയിരുന്നു, എന്നെ വിളിക്കാനൊന്നുമില്ല, നേരെ എൻ്റെ വീട്ടിലോട്ടിങ്ങ് വന്നു. വീട്ടിലോട്ട് വന്ന് എന്താണേലും സഹായിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ 7 മണിക്കൊന്നും പോലീസ് സ്റ്റേഷനിൽ ആരും വരത്തില്ല. അപ്പൊ 7 മണിക്ക് ഇദ്ദേഹം വന്ന് എല്ലാം പറഞ്ഞു. ഞാനെല്ലാം കേട്ട് ഞാൻ പറഞ്ഞു നമുക്ക് ശരിയാക്കാൻ ധൈര്യമായിട്ട് പോകണം എന്ന് പറഞ്ഞു. അപ്പൊ ഒരു 8:45 ആയപ്പോൾ എനിക്കറിയാം സ്റ്റേഷനിൽ ആൾ വന്ന് കാണുന്നു. അപ്പൊ ഞാൻ വിളിച്ച് അവിടുത്തെ നമ്പർ എടുത്ത് CIയുടെ നമ്പർ എടുത്ത് CIയോട് പറഞ്ഞത് പോലെയാണ് കാര്യങ്ങൾ. അപ്പൊ ഇയാളൊരു സാധു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണ്. ഭാര്യയ്ക്ക് എന്താണ് പ്രോബ്ലം എന്ന് എനിക്ക് മനസ്സിലായില്ല. പക്ഷെ ഭാര്യ എന്തോ അഡമന്റായിട്ട് നിൽക്കുകയാണ്. വേണ്ട വിധത്തിലൊന്ന് കൈകാര്യം ചെയ്യണം, ഡിപ്ലോമാറ്റിക് എന്ന് ഇടപെടണം. ഇദ്ദേഹം എൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുള്ള, പോലീസ് ട്രെയിനിങ് കോളേജിൽ എൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുള്ള മനുഷ്യനാണ്. അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞു സാറ് വിട്ടോ കുഴപ്പമില്ല, ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഇയാൾ അവിടെ ചെന്നു. ഇവിടെ ചെന്നപ്പോൾ ഒരു സ്ട്രാറ്റജി ആയിട്ട് ഇയാൾക്ക് ഇരിക്കാൻ സീറ്റൊന്നും കൊടുത്തില്ല. ഭാര്യ വന്നപ്പോൾ ഇരിക്കാൻ സീറ്റൊക്കെ കൊടുത്ത് മാഡം ഇരിക്കണമെന്നൊക്കെ പറഞ്ഞു. അപ്പൊ അവർ ഇരുന്നിട്ട് പറഞ്ഞു ഇയാൾക്കെതിരെ കേസെടുക്കണമെന്ന് പറഞ്ഞു. അവർ പറഞ്ഞ കാര്യം പറയൂ, കേസ് നോക്കട്ടെ. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇയാൾക്കെതിരെ പെട്ടെന്ന് നടപടി എടുക്കണം, ഇന്ന് തന്നെ നടപടി എടുക്കണം, ഇയാളെ അറസ്റ്റ് ചെയ്യണം എന്നൊക്കെ പറയും. അപ്പൊ ഈ CI പറഞ്ഞു അറസ്റ്റ് ചെയ്യുന്നത് ഞങ്ങളുടെ ജോലിയാണ്, എന്നോട് ഇന്നത് ചെയ്യാൻ നിങ്ങൾ പറയാൻ പാടില്ല, നിങ്ങളുടെ പരാതി പറയുക. അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോ ഇയാൾ സമാധാനിപ്പിക്കാനൊക്കെ നോക്കി. പക്ഷെ സ്ത്രീ സമ്മതിക്കത്തില്ല, ഇയാൾ അറസ്റ്റ് ചെയ്യണം. പോലീസിന്റെ അടുത്ത് ഭയങ്കര തർക്കമാണ്. അവസാനം ഞങ്ങളൊന്ന് അന്വേഷിച്ചിട്ട് എന്ത് ചെയ്യാം, നിങ്ങളിപ്പോ എന്നും പറഞ്ഞു വിട്ടു. ഇവര് പോയി ഈ CIക്കെതിരെ മുകളിലെല്ലാം കൊണ്ട് പരാതിയൊക്കെ കൊടുത്തു. CIനെ വിളിച്ച് പറയുകയും ചെയ്തു. അപ്പൊ ഈ വിവരം ഇദ്ദേഹം മുകളിലോട്ടുള്ളവരെ അറിയിക്കുകയും ചെയ്തു. അപ്പൊ അന്ന് മുതൽ സ്ത്രീ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഡിവോഴ്സ് വേണം. 2 മക്കള് ഏതാണ്ട് 8th പഠിക്കുന്ന പിള്ളേരാണ്. ഡിവോഴ്സ് വേണം. ഇവര് വേറൊന്നും പറയാനില്ല. ആക്ച്വലി ഇതൊരു സൈക്കോളജിക്കൽ ഡിസോർഡർ ആണ്. എനിക്കിത് കേൾക്കുമ്പോൾ അറിയാം, ദാറ്റ് ഈസ് എ സൈക്കോളജിക്കൽ ഡിസോർഡർ.
അതിന് നമുക്ക് ട്രീറ്റ് ചെയ്യുക എന്നത് മാത്രമേ ഉള്ളൂ. ഞാൻ ഈ പോലീസിനോടും പറഞ്ഞു സൈക്കോളജിക്കൽ ഡിസോർഡർ. പക്ഷെ അവരെ സഹായിക്കാൻ അവരുടെ സ്വന്തക്കാരും വന്നില്ല, ഇയാളുടെ ആൾക്കാർ എന്നിട്ട് അവരോട് സ്വീകരിച്ചുമില്ല. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ 2 വർഷത്തോളം കേസ് നടത്തി അവസാനം അത് ഡിവോഴ്സ്ഡായി. ചെറിയൊരു അസുഖമാണ്. അപ്പൊ ഞാൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ചെറിയ അസുഖങ്ങളൊക്കെ നമ്മളുടെ സ്വഭാവത്തെ ഭയങ്കരമായിട്ട് ബാധിക്കും. പ്രധാനമായിട്ടും നമ്മുടെ ഇന്റേണൽ കെമിസ്ട്രിയാണ്. പിന്നെ എക്സോജനിക് ആയിട്ട് നമുക്ക് വരാവുന്ന സ്ട്രെസ്സാണ്. അതിന്റെ ഫലമായിട്ട് ഇവരൊരു വിക്റ്റിമായി. അപ്പൊ ഒരു ഡോക്ടറെയും ഒരു വ്യക്തിയെ അവർ സ്വീകരിക്കാനായിട്ട് തയ്യാറല്ല. ഓക്കെ. അപ്പോ ചില ആൾക്കാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ചില ആൾക്കാരുമായിട്ട് ക്ലാസ്സിൽ വരുമ്പോൾ സംസാരിക്കുമ്പോഴത്തേക്കും ഭയങ്കര അക്യൂട്ട് ഡിപ്രഷൻ ഉണ്ടാവും. ഭയങ്കര വല്ലാത്ത അക്യൂട്ട് ഡിപ്രഷൻ ഉണ്ടാവും. ചില ആൾക്കാർക്ക് മൈൽഡ് ഡിപ്രഷനെ കാണത്തുള്ളൂ. അപ്പൊ ഇങ്ങനെ പല ആൾക്കാരാണ് നമുക്ക് വരുന്നത്. അപ്പൊ നിങ്ങളുടെയൊക്കെ കേസ് എടുക്കുമ്പോൾ ഞാൻ എൻ്റെ ക്ലാസ് കേട്ടതുകൊണ്ട് പ്രതീക്ഷ ഉണ്ടാവില്ല, ഒരു പ്രയോജനം ഉണ്ടാവണമല്ലോ. അപ്പൊ ഈ കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ തമ്മിൽ ഒരു റീസണബിൾ ആയിട്ടുള്ള ഇന്റിമേറ്റ് ആയിട്ടുള്ള ഒരു സെക്സ് അല്ല എന്നുണ്ടെങ്കിൽ യു ഹാവ് ടു സ്റ്റഡി. ഐ റിപ്പീറ്റ്, നിങ്ങൾക്ക് നോട്ട് എഴുതിയെടുക്കണേ നോട്ട് എഴുതിയെടുക്കാം. യു ഹാവ് ടു സ്റ്റഡി. അത് ഇക്കണോമിക് റീസണും കൊണ്ടാണോ, സാമ്പത്തികമായിട്ടുള്ള ഇതുകൊണ്ടാണോ, അതോ ഇന്റിമസി നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഇമോഷണലി ചെന്നൈയിൽ ലേഡിയുടെ കാര്യം പറഞ്ഞതുപോലെ ആയിപ്പോയോ, നമുക്ക് അതുകൊണ്ടാണോ, അതോ ഭർത്താവിന് കെയർ കൊടുക്കാൻ കറക്റ്റ് അറിയാത്തത് കൊണ്ടാണോ, അതല്ലെങ്കിൽ ഭർത്താവ് വലിയ വലിയ സ്വപ്നം സൂക്ഷിക്കുന്ന അത് നടക്കത്തില്ല എന്ന് അതിനെ കളിയാക്കി അപഹസിച്ച് അയാളെ ഇൻസൾട്ട് ചെയ്യുന്നത് കൊണ്ടാണോ, അതോ നമുക്ക് ഈ പറഞ്ഞ ശാരീരികമായിട്ടുള്ള ചെറിയ അസുഖങ്ങൾ കൊണ്ടാണോ, രണ്ടുപേരിൽ ആർക്കെങ്കിലും വരുന്ന കണ്ടിന്യൂസ് ആയിട്ടുള്ള സൈക്കോസൊമാറ്റിക് ഡിസീസ് കൊണ്ടാണോ, ഡിപ്രഷന് കൊണ്ടാണോ, ഞാൻ ഇനി പറഞ്ഞ എൻ്റെ ശ്രദ്ധപ്പെടാത്ത കാര്യങ്ങൾ ഇതുപോലെ പെടാം. അപ്പൊ എന്തായാലും നിങ്ങളൊരു കാര്യം ചോദിച്ചാൽ, നിങ്ങൾ ഈ ഞാനിങ്ങനെ പറഞ്ഞത് കൊണ്ട് എല്ലാവർക്കും നമ്മുടെ റൂൾ എന്താണ്? ജനറൽ റൂൾ എന്ന് പറഞ്ഞാൽ സെക്സ് ഈശ്വരൻ തന്നിട്ടുള്ള ഒരു മഹത്തായ ഒരു വലിയ സമ്മാനമാണ് നമുക്ക്. പക്ഷെ അതിന് നമ്മൾ അതിൻ്റെ പൊട്ടൻഷ്യാലിറ്റിയുടെ 20% പോലും നമ്മൾ ആസ്വദിക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഭാഗത്തു നിന്നുള്ള ഒരു വലിയ തിന്മയാണ്. മറ്റേ പാർട്ട്ണറോട് ചെയ്യുന്ന നമ്മളവിടെ ധർമ്മ ചെയ്യുന്നുമില്ല. പക്ഷെ ഇങ്ങനെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആയിരിക്കാം നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് നമുക്ക് വരാം. ഇതുകൂടാതെ പിന്നെ വരുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഭർത്താവിന്റെ മദ്യപാനം കൊണ്ട് നല്ലതുപോലെ പ്രശ്നം ഉണ്ടാകാറുണ്ട്. അപ്പോൾ മദ്യം ഒരു ഹാബിറ്റായി പോയി കഴിഞ്ഞാൽ അതുകൊണ്ടുള്ള ഇഷ്യൂസ് വരാറുണ്ട്, മദ്യപാനം കൊണ്ട് വരാറുണ്ട്. ഇനി നേരെ മറിച്ച് വേറൊരു കാര്യം കൂടെ പറയാം. കാലഘട്ടത്തിന്റെ മാറ്റമായിരിക്കും. അത്യാവശ്യം മദ്യപിക്കുന്ന സ്ത്രീകൾ ഇപ്പൊ ചെറുപ്പക്കാരുടെ ഒത്തിരി ആയി തുടങ്ങി. ഓക്കെ. ഈ മുംബൈയിലൊക്കെയാണ് സ്ത്രീകളുടെ പുകവലി ഒരു വലിയ പ്രശ്നമുണ്ട്. കേരളത്തിൽ പിന്നെ ഈ സ്ത്രീകളുടെ ഇടയ്ക്ക് ഇങ്ങനെ സിഗരറ്റ് വലിക്കുന്ന, പുക വലിച്ചിട്ടുള്ള വലിയ പ്രശ്നമില്ല. പക്ഷെ മുംബൈയിൽ വളരെ കൂടുതലാണ് സ്ത്രീകൾ പുക വലിക്കുന്ന ഒരു വലിയ പ്രശ്നമാകാറുണ്ട്. പക്ഷെ ഇവിടെ ഇപ്പൊ കാണിക്കുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ മദ്യപിക്കുന്ന സ്ത്രീകളുടെ എണ്ണം ഒരുപാട് കൂടിയിട്ടുണ്ട്. നിങ്ങളെ അത് അഫക്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ വളരെ നല്ലത്, അത് അങ്ങനെ തന്നെ പോട്ടെ. അപ്പൊ ഇവിടെ നമുക്ക് ഇതിനു വേണ്ടി ഞാനിത് പറഞ്ഞാൽ മാത്രം പോരല്ലോ. പിന്നെ വരാവുന്നതെന്ന് പറഞ്ഞാൽ ഈ ഭർത്താവിന് ഓവർ ഇൻട്രസ്റ്റ് ഇൻ സെക്സ്. ഓവർ ഇൻട്രസ്റ്റ് ഇൻ സെക്സ് മാത്രമല്ലാതെ ഇയാൾക്ക് ഒരുപാട് പെർവേർഷൻസ് വരിക. പിന്നെ ഇതിന്റെ ചെറിയ രീതിയിൽ സ്ത്രീകൾക്ക് വരുന്നതുകൊണ്ട്. അപ്പൊ എനിക്കിവിടെ പറയാനുള്ളത്, ഇന്ന് നമുക്ക് ഇതിൽ കൂടുതൽ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റൂല. ഇതിനകത്ത് കൂടുതലും സൈക്കോളജിക്കൽ ഹെൽപ്പ്, സൈക്കാട്രി ഹെൽപ്പ്, മെഡിക്കൽ ഹെൽപ്പ്. എനിക്കറിയത്തില്ല ഇതിനകത്ത് ഉണ്ടോയെന്നറിയത്തില്ല. മിക്കവാറും ആ പാർട്ടിസിപ്പൻ്റ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് നമ്മുടെ ക്ലാസ്സിൽ. അവരെൻ്റെ അടുത്ത് വന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ, കല്യാണം കഴിച്ചിട്ട് 12 വർഷമായി, കുഞ്ഞുങ്ങളില്ല. ഇതാണോ എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു എന്തുകൊണ്ടാണ് കുഞ്ഞുങ്ങളില്ലാത്ത? അപ്പൊ ആ ലേഡി എൻ്റെ അടുത്ത് പറഞ്ഞത് 12 വർഷമായിട്ടും ശാരീരിക ബന്ധം നടന്നിട്ടേ ഇല്ല. എനിക്ക് അവരോട് വലിയ ആദരവ് തോന്നി.
അപ്പൊ അപ്പൊ ഞാൻ ചോദിച്ചു എന്തുകൊണ്ടാണ് നിങ്ങൾ ആ ബന്ധം വേണ്ടാന്ന് വെക്കാത്തത്? അപ്പൊ അവരെടുത്ത് പറഞ്ഞൊരു കാര്യം, ഞാൻ അദ്ദേഹത്തെ വേണ്ടാന്ന് വെച്ചാൽ അദ്ദേഹം സർവൈവ് ചെയ്യത്തില്ല. എന്നെ അത്രയും ഡിപ്പെൻഡന്റ് ആണ്, എന്നെ അത്രയും ഇഷ്ടമാണ്. പക്ഷെ ഇദ്ദേഹത്തിന് ശാരീരിക ബന്ധം വരുമ്പോഴത്തേക്കും, ശാരീരിക ബന്ധം വരുമ്പോൾ അദ്ദേഹത്തിന് ശരീരത്തിന് പെട്ടെന്നൊരു ഷിവറിങ് ഉണ്ടായി, അദ്ദേഹത്തിന് ഒന്നും കഴിയാതെ പോവുകയാണ്. ഒരുപാട് പ്രാവശ്യം അത് അങ്ങനെ വന്നു. അപ്പൊ അദ്ദേഹത്തിന് വലിയ ഇൻസൾട്ട് ആയിട്ട് തോന്നുന്നു. അതുകൊണ്ട് പിന്നെ അദ്ദേഹം ശ്രമിക്കാതെയായി. ഇതാണ് സിറ്റുവേഷൻ. അപ്പോൾ കുഞ്ഞുങ്ങളില്ല, ശാരീരികമായിട്ട് ബന്ധപ്പെട്ടത് രണ്ടുപേരും വളരെ നല്ല ലെവലിൽ, ഹൈ ലെവലിൽ എഡ്യൂക്കേറ്റഡാണ്. അപ്പൊ ഭാഗ്യത്തിന് എൻ്റെ ഒരു ശിഷ്യൻ നല്ലൊരു ഡോക്ടർ, അപ്പൊ ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെടുത്തി കൊടുത്തു. അദ്ദേഹം രണ്ടുപേരോടും വരാൻ പറഞ്ഞു. അവർ രണ്ടുപേരും ചെന്നു. അയാൾ പോകാൻ റിലക്റ്റന്റ് ആയിരുന്നു, പക്ഷെ ചെന്നു. അപ്പൊ ഞാൻ പറഞ്ഞത് ആവശ്യം വന്നു കഴിഞ്ഞാൽ ഇഞ്ചക്ഷനൊക്കെ കൊടുക്കണമെന്നാണ് അദ്ദേഹത്തോട് പറഞ്ഞത്. പക്ഷെ അദ്ദേഹം വെറുതെ മരുന്ന് കൊടുത്തതേ ഉള്ളൂ, 4 ഗുളിക കൊടുത്തതേ ഉള്ളൂ, ഉപയോഗിക്കേണ്ട രീതിയും പറഞ്ഞു കൊടുത്തതേ ഉള്ളൂ. ഇദ്ദേഹത്തിന്റെ ഒരു പ്രശ്നവും ഇല്ലാതെ 1 വർഷം കഴിഞ്ഞപ്പോൾ അവർക്ക് കുട്ടിയുമായി. ആ കുട്ടിയുടെ പടം എൻ്റെ വൈഫിന് അയച്ചു കൊടുത്ത് തന്നെ കാണിക്കണമെന്ന് പറഞ്ഞിരുന്നു, കാണിക്കുകയും ചെയ്തു. ഞാൻ പറഞ്ഞ അതൊരു വലിയ പ്രോബ്ലം ആയിട്ട് ആ സ്ത്രീ പറഞ്ഞത്. പക്ഷെ വളരെ നിസ്സാരം, 4 ഗുളികയ്ക്ക് മറ്റൊരു ശിഷ്യൻ ഡോക്ടർ അത് ഈസി ആയിട്ട് അങ്ങ് സോൾവ് ചെയ്തു. നിങ്ങളിപ്പോ ഇതിനകത്ത് പറഞ്ഞ ഈ സെക്ഷൽ റിലേഷൻഷിപ്പിനകത്ത് കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞത് മുഴുവൻ എന്താണ്, ഭാര്യ ഭർത്താക്കന്മാര് അടുക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ധൃതി വെച്ച് പെട്ടെന്ന് എന്താണ് ഓടിച്ചിട്ട് സംഭവം എന്തെങ്കിലും അത്യാവശ്യത്തിന് പോകുന്ന പോലെ ബന്ധപ്പെടരുത്. ഒരുപാട് സമയമെടുത്ത് നമ്മുടെ ധർമ്മമാണ് മറ്റേ പാർട്ടിസിപ്പന്റിനെ, മറ്റേ പാർട്ണറെ ഈ പറഞ്ഞ സന്തോഷത്തിന്റെ അങ്ങേയറ്റത്ത് എത്തിക്കാനുള്ളത് നമ്മുടെ ധർമ്മമാണെന്നൊക്കെയാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത്. ഈ പ്രാവശ്യം പറഞ്ഞത് ഇത് കഴിയാത്ത ഒരുപാട് ഹതഭാഗ്യരുണ്ട്. ആ ഹതഭാഗ്യർ ഇങ്ങനെ പറഞ്ഞ കുറെ കാര്യങ്ങൾ കൊണ്ടാണ്, ഇക്കണോമിക് ഇഷ്യൂ, പിന്നെ ഈ മുമ്പേ പറഞ്ഞ ഈ കുറെ കാര്യങ്ങൾ, ഡിപ്രഷൻ, ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. ഈ കാര്യങ്ങളിലെല്ലാം ഏറ്റവും നല്ലത്, ഞാൻ അടുത്ത ആഴ്ച വേറൊരു ഭാഗം എടുക്കാം. നിങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടെങ്കിൽ, ഇഫ് യു ഗോട്ട് എ പ്രോബ്ലം, ഈ സൈക്കാട്രി മെഡിസിൻ എന്ന് പറയുന്നത് ദോഷമൊന്നുമല്ല കേട്ടോ, ഭ്രാന്തന്മാരൊന്നുമല്ല ചികിത്സിക്കുന്നത്. അത് അതിനെക്കുറിച്ച് ഒരറിവും ഇല്ലാത്തവർ പറയുവാണ്. ഭയങ്കര ഹെവി വർക്ക് കൊടുത്തു കഴിഞ്ഞാൽ കോപ്പപ്പ് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് പേർക്ക് ഡിപ്രഷൻ വരുന്നുണ്ട്. ബാങ്ക് മാനേജർ, IAS ഉദ്യോഗസ്ഥര്, മന്ത്രിമാര്, സിനിമാ പ്രവർത്തകർ, ഇവർക്ക് ഒത്തിരി പേർക്ക് ഡിപ്രഷൻ വരാറുണ്ട് ഹെവി വർക്ക് വന്നു കഴിഞ്ഞാൽ. നമുക്കത് കോപ്പപ്പ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് വരുന്ന ശക്തി കുറയുന്നത് കൊണ്ടാണ്. അവിടെ നമുക്ക് വെറുതെ ഇത് വെച്ചുകൊണ്ടിരിക്കുന്നതിന് പകരം നിങ്ങൾ നല്ല ഹോസ്പിറ്റലിന്റെ വെബ്സൈറ്റിൽ കയറി നോക്കുക, അടുത്ത ഹോസ്പിറ്റലിന്റെ വെബ്സൈറ്റിൽ കയറി നോക്കുക. ഇപ്പോഴത്തെ ഭയങ്കര എളുപ്പമാണ്. എന്നിട്ട് സൈക്കാട്രി ആണെങ്കിൽ ആ ഡോക്ടറോട് പറയുക, ഇപ്പോഴാണെങ്കിൽ കോവിഡ്, അങ്ങോട്ട് പോവുകയേ വേണ്ട. അവിടെ ഡോക്ടറോട് പറയുക, ഡോക്ടറെ എനിക്കിങ്ങനെ ഒരു ചെറിയ പ്രശ്നം കാണുന്നു, എനിക്ക് വലിയ പ്രശ്നമാണെന്ന് അറിയില്ല, സെക്ഷൽ പ്രോബ്ലം ആണെങ്കിൽ എനിക്ക് ഇന്ന പ്രോബ്ലം കാണിക്കുന്നു, അല്ലാത്ത പ്രോബ്ലം എനിക്ക് ഇന്നതുപോലെ ഉണ്ട്. അപ്പൊ അവിടെ പോകണ്ട, വെയിറ്റ് ചെയ്തിരിക്കേണ്ട, മരുന്ന് വാങ്ങിക്കാൻ പേടിക്കേണ്ട, ഒന്നുമില്ല. അപ്പൊ നമ്മൾ 500 രൂപ ഗൂഗിൾ പേയിലൂടെ കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹമായിട്ട് സംസാരിച്ചിട്ട് അദ്ദേഹം നമുക്ക് പറ്റിയ മരുന്ന്. അപ്പൊ ഈ പ്രത്യേകിച്ച് സൈക്കാട്രി മെഡിസിനകത്ത് എന്ന് പറഞ്ഞാൽ പല മരുന്നുകളും നമുക്ക് മോളിക്യൂൾ സപ്ലിമെന്റ് ആണ്. എന്ന് പറഞ്ഞാൽ സെറിറ്റോണിൻ ഭയങ്കര കുറവാണെങ്കിൽ, ബ്രെയിന് കുറവാണെങ്കിൽ ഡിപ്രഷൻ വരും. അപ്പൊ കുറച്ച് സെറിറ്റോണിന്റെ സപ്ലിമെന്റ് എടുക്കണം. ഡോപാമൈൻ കുറവാണെങ്കിൽ സ്വാഭാവികമായിട്ടും വളരെ പ്രയാസപ്പെടും. ഓക്സിറ്റോസിൻ കുറയുവാണെങ്കിലും പറ്റും. ഇങ്ങനെ 1-2 കെമിക്കലിന്റെ കുറവ് വന്നു കഴിഞ്ഞാൽ ഡോക്ടർക്ക് അറിയാം, പറയുന്ന കേൾക്കുമ്പോൾ തന്നെ അറിയാം. അപ്പൊ അതിന്റെ ഒരു സപ്ലിമെന്റ് കൊടുത്ത് ഒരു 5-6 മാസം കൊണ്ട് അത് സഫർ ചെയ്യേണ്ട കാര്യമില്ല. സെക്ഷലി സഫർ ചെയ്യേണ്ട കാര്യമില്ല, ജോലിയിൽ സഫർ ചെയ്യേണ്ട കാര്യമില്ല, ആവശ്യമില്ലാത്തതിന് സഫർ ചെയ്യേണ്ട കാര്യമില്ല. ഭർത്താവിന്റെ ഇഷ്ടത്തിന്, ഭാര്യയ്ക്ക് ഒരു വലിയ ആഗ്രഹം ഉണ്ടല്ലോ, ഭർത്താവിന്റെ ആഗ്രഹമോ നടത്താതിരിക്കേണ്ട. യഥാർത്ഥ പാർട്ണർ ആണെങ്കിൽ നിങ്ങളുടെ ധർമ്മം അവരുടെ ആ വലിയ അംബിഷൻ നടത്തുക എന്നത് തന്നെയാണ്. അപ്പൊ അതിന് കൂട്ടു നിൽക്കുകയും, ഇങ്ങനെ വല്ല പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ്ലി മെഡിക്കൽ ഹെൽപ്പ് എടുക്കുക. അപ്പൊ സെക്ഷലി സ്ത്രീകൾക്കാണെങ്കിൽ പലപ്പോഴും പോകാനായിട്ട് സമയമില്ലെങ്കിൽ പോലും ഗൈനക്കോളജിസ്റ്റിന്റെ അടുത്ത് സംസാരിച്ചാൽ പോലും ചെറിയ കാര്യങ്ങളൊക്കെ, ചെറിയ പരിശോധനയൊന്നും വേണ്ടി വരത്തില്ലായിരിക്കും. ഗൈനക്കോളജിയുമായിട്ട് സംസാരിച്ചാൽ മതിയായിരിക്കും. ഇനി അതല്ല, പുരുഷനാണ് സെയിം പ്രോബ്ലം ഉണ്ടെന്നുണ്ടെങ്കിൽ, റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ, നിങ്ങൾ ചുമ്മാ വലിയ ഹോസ്പിറ്റൽസിന്റെ ലിസ്റ്റ് എടുത്ത് നോക്കിയിട്ട് അതിനകത്ത് യൂറോളജി,
ഗൈനക്കോളജിക്ക് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നതാണ് യൂറോളജി. യൂറോളജി എന്നും ആൻഡ്രോളജി എന്നും പറയും. അപ്പൊ രണ്ടും ഒന്ന് തന്നെയാണ്. അപ്പൊ ആൻഡ്രോളജിസ്റ്റിനെയോ യൂറോളജിസ്റ്റിനെയോ നിങ്ങൾ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ, കാണണമെന്നില്ല, ഫോണിൽ കൂടെ സംസാരിച്ച് അതിന് അവർ അവിടെ നമുക്ക് മരുന്ന് എഴുതിയിട്ട് അത് വാട്സപ്പിൽ ഇപ്പൊ ഇട്ട് തരും, പ്രശ്നം തീർന്നു. അതല്ല നമ്മുടെ ഭാര്യയുടെ ഭർത്താവിന്റെയോ ഹോർമോണിനകത്ത് പ്രശ്നമുണ്ടെങ്കിൽ എൻഡോക്രിനോളജിസ്റ്റ്, എൻഡോക്രൈൻ, അപ്പൊ അതിലാണ് ഡിഫിഷ്യൻസി ഉണ്ട്, നമുക്ക് അറിയാൻ പറ്റത്തില്ല. ഡിഫിഷ്യൻസി ഉണ്ടെങ്കിൽ നമ്മൾ ഒരു എൻഡോക്രിനോളജിസ്റ്റുമായിട്ട് ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ രോഗിയാക്കുകയും വേണ്ട, അല്ലാതാക്കുകയും വേണ്ട. യു ടോക്ക് ടു ദ ഡോക്ടർ, ദ റൈറ്റ് പേഴ്സൺ. അപ്പൊ ഇമ്മീഡിയറ്റ് ആയിട്ട് മെഡിക്കൽ ഹെൽപ്പ് എടുക്കുക എന്നുള്ളതാണ്. ചിലപ്പോൾ നമ്മുടെ മൂക്കിന്റെ രോഗമായിരിക്കാം, ചിലപ്പോൾ മൂക്കിൽ നിന്ന് സ്മെല്ല് വരുന്നത്, വായിൽ നിന്ന് സ്മെല്ല് വരുന്നത്. അത് വേണമെങ്കിൽ നമുക്ക് ENT-കാർക്ക് കറക്റ്റ് ചെയ്യുക. ഇല്ല എന്താണ് വായുടെ പ്രശ്നമായിരിക്കാം, അത് കറക്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് പല്ല് നോക്കാനായിട്ട് ആള് വേണം. എന്താണെങ്കിലും യു തിങ്ക് അബൌട്ട് ഇറ്റ്. പിന്നെ വേറൊരു കാര്യം, നിങ്ങൾക്ക് ഗൂഗിൾ നോക്കാതെ, ഗൂഗിളിനകത്ത് തന്നെ ഒരുപാട് ഓതന്റിക് ആയിട്ടുള്ള വെബ്സൈറ്റ് ഉണ്ട്, അല്ലാത്തതും ഉണ്ട്. യൂട്യൂബ് ഉണ്ട്. യൂട്യൂബിലൊക്കെ ചെയ്യുമ്പോൾ എല്ലാം സത്യമായിരിക്കണമെന്നില്ല. പക്ഷെ എന്നാലും ഈ ക്രിറ്റിസിസം വരാതിരിക്കാൻ വേണ്ടി ചെയ്യുന്നവര് ഏറെക്കുറെ അതൊക്കെ ഒന്ന് നോക്കിയിട്ട് മാത്രമേ അവർ ഇടത്തുള്ളൂ. അത് നമുക്കൊരു പ്രൊട്ടക്ഷനാണ്. അപ്പൊ ഞാനിപ്പോ ഈ പ്രാവശ്യത്തേക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്, പെട്ടെന്ന് വരുന്നത് എനിക്ക് ഓർമ്മയിൽ വരുന്ന കേസിനകത്ത് ഇതൊക്കെയാണ്. ഇത് നമ്മുടെ കഴിവുകേടോ ഒന്നുമല്ല, അത് ആ തൽക്കാലത്തേക്കുള്ള അവസ്ഥയാണ്. തൽക്കാലത്തേക്കുള്ള അവസ്ഥയാണ്. അത് സ്വല്പം കഴിയുമ്പോൾ അങ്ങ് മാറിക്കോളും. അപ്പൊ ഇങ്ങനെ ഒരു സംഭവം കണ്ടുപിടിച്ചിട്ട് ഇങ്ങനെ ഒരു രീതിയിൽ നിങ്ങൾ ആലോചിച്ചതിന് ശേഷം നെക്സ്റ്റ് വീക്ക് വരുമ്പോഴത്തേക്ക് ഞാൻ സെക്സിന്റെ വേറൊരു ആസ്പെക്ട് പറയാം. കാരണം കഴിഞ്ഞ ആഴ്ച എനിക്ക് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഇന്നത്തെ പറയാത്തത് കൊണ്ട് കുറെ വിഷമം ഉണ്ടായിരുന്നു. കാരണം പല ആൾക്കാരും ഇത് വലിയ ആഗ്രഹിച്ച് 4 മണിക്കൂർ എന്നൊക്കെ പറഞ്ഞ് ചെന്ന് കഴിഞ്ഞിട്ട് ഈ പല കാര്യം കൊണ്ട് നടക്കാതെ പോകുന്നു എന്നുള്ളൊരു ഇതുണ്ട്. മാരേജ് എന്ന് പറഞ്ഞാൽ കളിയല്ല, അത് ഒത്തിരി നമ്മൾ മേക്കിംഗ് എ മാരേജ് എന്നാ പറയുക. മേക്കിംഗ് എ മാരേജ്. പുരുഷന്റെ അടിമയായിട്ട് കടഞ്ഞിരുന്ന കാലമൊക്കെ പോയി. സ്ത്രീക്ക് അസേർഷൻ ഉണ്ട്, അവർക്ക് സെക്സ് റൈറ്റ് ഉണ്ട്. ഇതെല്ലാം വെച്ചുകൊണ്ട് വേണം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യാനായിട്ട്. ഓക്കെ, നമുക്കപ്പോൾ ഇന്ന് ഇവിടെ കൊണ്ട് നിർത്താം. നിങ്ങൾക്ക് നെക്സ്റ്റ് വീക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട വേറെ ഇത് പറയാം. നമ്മൾ ഒരുപാട് ഫെസിലിറ്റി ഉണ്ടാക്കിയിട്ട് ഒരുപാട് പേര് കയറുന്നില്ല. നിങ്ങൾക്ക് ആരെങ്കിലും വിളിക്കണമെങ്കിൽ ഒറ്റ കാര്യമുള്ളൂ, ഫോട്ടോ ഇട്ടതിൽ കയറാൻ പറ്റുള്ളൂ എന്ന് മാത്രമേ ഉള്ളൂ. ഫോട്ടോയും പേര് വിടണം, അത്രയും മാത്രം ഒരു കണ്ടീഷനേ ഉള്ളൂ. ദേ നീ നോട്ട് പേ ഈവൻ, ഒരു ചെലവുമില്ല. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ 4ാമത്തെ ഭാഗം എന്ന് കഴിഞ്ഞു. 5ാമത്തെ ഭാഗം നമുക്ക് നെക്സ്റ്റ് വീക്ക് സംസാരിക്കാം. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്.